ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ രാധ കണ്ണനോട് ചോദിക്കുകയാണ്, കണ്ണ, രാധ ദേഷ്യപ്പെട്ടാൽ കണ്ണന് വിഷമാവുമോ? കണ്ണൻ പറയാണ്, ഇല്ല, ഒരിക്കലും വിഷമാവില്ല. അപ്പം രാധയ്ക്കൊരു സംശയം, അതെന്താ കണ്ണ അങ്ങനെ പറയാൻ കാര്യം? രാധയ്ക്ക് ദേഷ്യപ്പെടാനാവില്ല, അതുതന്നെയാണ് കാരണം. അപ്പോൾ രാധയ്ക്ക് ഒരു ഡൗട്ട് വന്നു. രാധ ചോദിച്ചു, അറിയാതെ എങ്ങാനും ദേഷ്യപ്പെട്ടാലോ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറയാണ്, കണ്ണൻ അറിയാതെ രാധയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് രാധയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഒരിക്കലും രാധയ്ക്ക് ദേഷ്യപ്പെടാൻ സാധിക്കില്ല. അപ്പോഴാണ് രാധ എന്ന് ചിന്തിച്ചത്. രാധ പറയാണ്, കണ്ണനോട് പറയാണ്, ശരിയാണ് കണ്ണ, രാധയുടെ ചിന്തകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്ന് കണ്ണൻ വീണ്ടും വീണ്ടും മനസ്സിലാക്കിപ്പിച്ച് തരികയാണ്. ഈ ഒരു ആത്മഭാഷണം അവധൂജിയുടെ ഗ്രന്ഥമാണ്. ആത്മഭാഷണം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലെ സംഭാഷണങ്ങളാണ്. രാധയും കൃഷ്ണനും തമ്മിൽ നടക്കുന്ന സംഭാഷണം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും, ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ അഹംകാരണം നമ്മൾ ചിന്തിക്കുന്നു, നമ്മളാണ് ചിന്തിക്കുന്നതെന്നും നമ്മളാണ് പ്രവർത്തിക്കുന്നതെന്നും. രാധയുടെ ആ ഭാവത്തിലേക്കാണ് ഓരോ സാധകനും എത്തേണ്ടത്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംഭാഷണം, അതുതന്നെയാണ് ആത്മഭാഷണം. ഈ ഒരു ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ പേര് രഞ്ജിനി പ്രശാന്ത് എന്നാണ്. സ്പിരിച്വൽ കൗൺസിലിങ്ങും സ്പിരിച്വൽ തെറാപ്പി ഇതെല്ലാം കൊണ്ടുപോകുന്ന, ആ മാർഗമാക്കി പോകുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം. നമുക്ക് അമ്മയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ ജി, സ്പിരിച്വൽ ആയിട്ടും അല്ലെങ്കിൽ ഹീലിംഗ് തെറാപ്പി, ഈ ഒരു മേഖലയിലേക്ക്, കൗൺസിലിങ്ങും ഹീലിംഗ് തെറാപ്പിയിലേക്കും വരാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കാം. എനിക്ക് ഒന്നും അറിയാതെ എത്തപ്പെട്ട ഒരു മേഖലയാണ് ഹീലിങ്ങിനെ കുറിച്ച്. ഒരറിവ് എനിക്കില്ല, ഈശ്വരനെ കുറിച്ച് ഒരറിവ് എനിക്കില്ല. എൻ്റെ കുടുംബം, ജീവിതം ഒന്നും ആത്മീയതയുടെ പാതയിലൂടെയല്ല, എങ്ങനെയോ വെറുതെ ഒരു സമയം പോക്ക് എന്ന നിലയിലാണ് ഞാൻ ഹീലിംഗ് പഠിക്കാൻ പോയത്. പിന്നെ അതിലുപരി എന്താണ് ഇതൊക്കെ എന്നൊന്ന് അറിയണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോയ കുടുംബത്ത് അവിടെ കുറേ ആളുകൾ ഹീലിംഗ് ഒക്കെ പഠിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. ഇതെന്താണെന്ന് അറിയണം എന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാനിതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കുമെന്നോ ഇങ്ങനത്തെയുള്ള അറിവുകൾ എനിക്ക് ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ അറിയാം എന്ന് വെച്ച് പോയതാണ്. അവിടെ ചെന്ന് അറിഞ്ഞു, പക്ഷേ ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല ആ ക്ലാസ്സുകളിലൊന്നും. വെറുതെ പോയിരുന്നു. ഇതൊക്കെയാണല്ലോ ഇവർ ഈ പറയണ സംഭവങ്ങൾ കേട്ടു. വീട്ടിൽ പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ചെറിയ കോൾഡ്, പനി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വെറുതെ പഠിച്ചതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അതിലൊരു തെറാപ്പി നമ്മളെ ചെയ്യിപ്പിക്കുമായിരുന്നു. അത് വെറുതെ ചെയ്ത് നോക്കാം എന്ന നിലയിൽ ചെയ്തു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചെയ്യുന്നത് മുഴുവൻ വളരെ വലിയ റിസൾട്ടുകളായിട്ടാണ് വരുന്നത്. ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ പല പല അസുഖങ്ങളും മാറുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതാദ്യം ഞാൻ കുട്ടികളിൽ, എൻ്റെ കുടുംബാംഗങ്ങളിൽ, പിന്നെ നോക്കുമ്പോൾ അയൽപ്പക്കത്തു നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ പൊതുവെ പ്രചാരമായി. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ സമീപിക്കാൻ തുടങ്ങി. അപ്പോൾ
എന്നാൽ എനിക്കിത് സ്പിരിച്വൽ ആണെന്നോ ഇത് ഭഗവാനിൽ നിന്ന് ഒന്നും അറിയില്ല, വെറുതെ നിഷ്കളങ്കമായി ചെയ്യണം, അത്രേ അറിയുള്ളൂ. അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ പൈസയൊന്നും മേടിക്കില്ല. ദക്ഷിണയായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് കുറേ പച്ചക്കറിയും അരിയും കുറേ സാധനങ്ങൾ കാണിക്ക് കൊടുന്ന് വെക്കലുകളായി. അങ്ങനെ അവിടെ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ സ്ഥലം പാവർട്ടിയാണ്. അപ്പോൾ അവിടുത്തെ സെൻറ്റ് ജോസഫ് പാരിഷ് ഹോസ്പിറ്റലുകാർ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ ഒരു നിങ്ങൾ വരണം, ഞങ്ങളൊരു ഇത് നിങ്ങൾക്ക് തരാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തരാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല, വിചാരിച്ച പോലെ ആയില്ല. പക്ഷേ അപ്പോഴും എനിക്കിതിൻ്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. ഞാൻ ശുദ്ധ മനസ്സോടെ അത് ചെയ്യണു, അത്രമാത്രം. പക്ഷെ എനിക്കതിൽ നിന്ന് മനസ്സിലായി എന്നിൽ എന്തോ ഉണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അതെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ ഞാനത് മനുഷ്യരിൽ മാത്രമല്ല, ചെടികളിലും പൂക്കളിലും ചിത്രശലഭത്തിലും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിലും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സമയത്ത് മണ്ടരി വല്ലാതെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു തെങ്ങിനൊക്കെ. അപ്പോൾ അന്ന് ഈ ഇവിടെ നിന്നൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ മരുന്ന് കൊടുന്ന് തരും. പക്ഷെ ഞാനത് ഹീൽ ചെയ്തിട്ട് മണ്ടരിയൊക്കെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ വലിയ വലിയ റിസൾട്ടുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് വന്നത്. പക്ഷേ ഒരിക്കലും ഇത് മേഖലകളിലേക്ക് വന്നെങ്കിൽ കൂടിയിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഒരു ടെക്നിക്സും അപ്ലൈ ചെയ്യരുതെന്ന്, ഒരു കോഴ്സസിനും പോകരുതെന്ന്. കാരണം ഞാനതിന് പോകാനായിട്ട് ഇപ്പോൾ എനിക്കൊന്നും അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഞാനത് പഠിക്കണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയണം എന്ന് മനസ്സിലാക്കിയ സമയത്ത് എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ വഴികളും അടയുകയായിരുന്നു. കോഴ്സുകൾ പഠിക്കാനും ഒന്നിനും പോകാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ തനിയെ ഓരോ റിയലൈസേഷനായിരുന്നു വന്നിരുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ എനിക്കത് അപ്പോഴല്ല തുടങ്ങിയിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതൊരു എന്നിലൊരു മാറ്റം, എല്ലാവരിൽ നിന്നൊരു വ്യത്യസ്തത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ തന്നെ. കാരണം വളരെ നല്ല ഒരു സാധു കുടുംബത്തിൽ നല്ല ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് വളരെ സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു കുട്ടിക്കാലം. അച്ഛൻ, അമ്മ, ഒരു ചേട്ടൻ, ഒരു സിസ്റ്റർ, ഒരു അനിയത്തി. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സ്വർഗമായിരുന്നു. കാരണം ഒരു അനാവശ്യങ്ങളോ പരദൂഷണങ്ങളോ ഒന്നുമില്ല. വളരെ വളരെ ശാന്തമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും വളരെ സന്തോഷവും സ്നേഹവും നിറഞ്ഞൊരു കുടുംബമായിരുന്നു. അപ്പം അവിടെ ജീവിച്ച് വളർന്നു വലുതാവും തോറും സന്തോഷവും ഒക്കെ ചുറ്റിലുമുണ്ടെങ്കിലും എനിക്കൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. എവിടെയാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടത്, എവിടെയാണ് എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തത് എന്നൊരു വ്യാകുലത എനിക്ക് കുട്ടിക്കാലത്തേ ഉണ്ടായിരുന്നു, ഓർമ്മ വച്ച കാലം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഭയമാണ്. ഓർമ്മ വയ്ക്കുന്ന സമയം മുതൽ അമിതമായ ഭയമായിരുന്നു. എന്തിനെയാണ് പേടിക്കണേ ഞാൻ എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവില്ല. പക്ഷെ ഭയമാണ്, എല്ലാവരെയും ഭയമാണ്, എല്ലാത്തിനെയും ഭയമാണ്. ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ ഭയമാണ്, ഒക്കെ ഭയമാണ്. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനെയാണ് ഭയക്കുന്നത്, എന്താണ് എൻ്റെ ഭയത്തിൻ്റെ കാരണം. അത് അന്വേഷിച്ച് വന്നപ്പോൾ മരണമാണ്, മരിച്ചവരെയാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ മരിച്ചവരെ കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? അപ്പോൾ അതിനെപ്പറ്റി അറിയണം, അന്വേഷിക്കണം. അപ്പോൾ അന്ന് അന്വേഷിക്കാനും അറിയാനൊന്നും ആരുമില്ല. കാരണം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്പിരിച്വൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ ആകെ ചോദിക്കാവുന്നത് മുത്തശ്ശിയോടാണ്. അപ്പോൾ മുത്തശ്ശിയോട് ചെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പണ്ട് പ്രേതകഥകളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഭൂതത്താന്മാരെയും അതൊക്കെ പറയും. അപ്പോൾ എൻ്റെ ധാരണ മരണശേഷം ഇതൊക്കെയാണ് സംഭവം അല്ലേ. പിന്നെ അതാണ് എൻ്റെ ഭയം. അങ്ങനെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ചില എനർജികളെ കുറിച്ച് ഉള്ള എൻ്റെ ഒരു അന്വേഷണം, ശരിക്കും പറഞ്ഞാൽ ചെകുത്താനെ കുറിച്ചുള്ള എൻ്റെ അന്വേഷണം അവസാനം ചെന്നെത്തി നിന്നത്, പരിപൂർണതയിലെത്തിയത് പ്രകൃതിയിലായിരുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ആ പ്രകൃതിയായ
എൻ്റെ പരാശക്തിയായ അമ്മയിലായിരുന്നു. അവിടെ എല്ലാം പൂർണ്ണമായി. അപ്പോൾ കുട്ടിക്കാലം ഈ ഭയത്തിൽ നിന്ന് തുടങ്ങി വളർന്നു വരുന്തോറും അമിതമായ ബലം, എനിക്ക് തന്നെ സൈക്കോളജിക്കലി വല്ല പ്രശ്നമുണ്ടോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രയും ഭയമാണ്. സ്കൂളിൽ പോകാൻ ഭയം, കോളേജിൽ പോകാൻ ഭയം. സ്കൂളിൽ കോളേജിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ടീച്ചേഴ്സ് ചുണ്ടനക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ ഗ മ ത അതൊക്കെ മനസ്സിലാവും. കൂട്ടി വയ്ക്കുമ്പോൾ സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ അതൊന്നും എൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കും എനിക്കൊരിക്കലും പഠിക്കാൻ കഴിയില്ല. വളരെ ലക്ഷ്യബോധമുള്ള ഒരാളായിരുന്നു ചെറുപ്പത്തിൽ. വലിയൊരു ഗവൺമെൻറ് ജോബ് വേണം, ഒരുപാട് ആളുകളെ സഹായിക്കണം, ആരുമില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർക്ക് ഒരു ആശ്വാസമാകണം, ഒരു കൈത്താങ്ങാകണം, അമ്മയില്ലാതെ വളരുന്ന കുട്ടികൾക്കൊരു അമ്മയാകണം. അതൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. LKG പഠിക്കുമ്പോൾ കേട്ടോ. ആ ഒരു പ്രായത്തിൽ തുടങ്ങിയിട്ടുള്ള എൻ്റെ മോഹങ്ങളായിരുന്നു ഇതെല്ലാം. എങ്ങനെ പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വളർന്നു വരുമ്പോൾ തന്നെ മനസ്സിലാക്കി. കാരണം എത്ര ശ്രമിച്ചാലും എനിക്ക് പുസ്തകങ്ങൾ വായിച്ചാലും ഒന്നും എനിക്ക് വായിക്കുമ്പോൾ വായിക്കാം എന്നല്ലാതെ വായന കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആവും. എനിക്കൊന്നും മനസ്സിലാവില്ല. അതിലൊന്നും പറയുന്നതൊന്നും എൻ്റെ തലയ്ക്കകത്ത് ബ്രെയിനകത്ത് പ്രവർത്തിക്കുന്നില്ല. പിന്നെ പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയോ പോയിരിക്കും, പരീക്ഷകളൊക്കെ എങ്ങനെയോ പാസ്സാവും. അതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒക്കെ അത്ഭുതങ്ങളാണ്. എവിടെയും കുറവുകളില്ല, എന്നാൽ എല്ലാം കടന്നു പോകുന്നു ഞാൻ, എല്ലാത്തിൽ കൂടെയും കടന്നു പോകുന്നു ഞാൻ. അതും കുട്ടിക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും, ആരാണ് എനിക്ക് പറ്റാത്തതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെ ആരാണ് നടത്തുന്നത്? എനിക്ക് അറിയാം എനിക്കൊന്നിനും പറ്റുന്നില്ല എന്ന്. അത് എൻ്റെ ഒരു വലിയ സത്യമാണ്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നു സ്മൂത്തായിട്ട്. അപ്പോൾ അതാരായിരിക്കും നടത്തിയത്? ആരാണ് ഇത് നടത്തുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥകൾ? ആരെയും കാണുന്നില്ല. അങ്ങനെ അതിൻ്റെ പിന്നാലെ ചിന്തകളായി, അന്വേഷണങ്ങളായി അങ്ങനെ മുന്നോട്ട് പോരുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്കെന്തായാലും പഠിച്ചൊന്നും നേടാൻ കഴിയില്ല. അപ്പോൾ ഒരു ജോലി കിട്ടില്ല, വിദ്യാഭ്യാസമില്ല. അപ്പോൾ ഒരു നർത്തകിയാകണം എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ഇഷ്ടം. കുട്ടിക്കാലം മുതലേ തന്നെ ക്ലാസിക് ഡാൻസറായിരുന്നു. അങ്ങനെ അതിൻ്റെ പിന്നാലെ കുറേ കഷ്ടപ്പെട്ടു ഓടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ ഒന്നും ഈ ഭൗതികതയിൽ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അന്നും അതെല്ലാം ഞാൻ എന്തിലൊക്കെ ആഗ്രഹിച്ചു പോയിരുന്നു അതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നിനും ഭാഗ്യമില്ല, ഒന്നും എനിക്ക് കിട്ടാനുള്ള ഒരാഗ്രഹങ്ങൾ പോലും ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ പിന്നെ ഇനി ഒന്നുമില്ല എനിക്ക് പറയാൻ. അപ്പോൾ 18 വയസ്സിൽ എന്നെ വിവാഹത്തിന് വന്നപ്പോൾ ശരി, ഇനി ഒന്നും ഇല്ലല്ലോ, ഒന്നിനും കഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ അതാവാം, വീട്ടുകാരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ കരുതി വിവാഹം കഴിഞ്ഞു. വിവാഹ ജീവിതത്തിൽ കയറിയപ്പോഴും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇത് തന്നെയാണ്. എൻ്റെ ചിന്തകളും എൻ്റെ ദുഃഖങ്ങളും ഒക്കെ ഭയവും അസ്വാസ്ഥ്യങ്ങളും ആണ്. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഏതോ ഒരു തലം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതെവിടെ നിന്ന് കിട്ടും, ആരോട് ചോദിക്കണം, ഇതൊന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളിൽ കയറി ഇറങ്ങുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇതൊന്നുമല്ല എൻ്റെ വഴി, ഇവിടെ നിന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എവിടെ ചെന്നാലും അവിടുത്തെ ഗുരുക്കന്മാരെ നേരിട്ട് കാണാനുള്ള അനുമതി അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് നടക്കും. അവരെൻ്റെ അടുത്ത് എന്നെ നോക്കും, എന്നിട്ട് പറയും, ചിരിക്കും, പോയിട്ട് വന്നോളൂ പറയും. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്നില്ല, തന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല താനും, ഇതൊന്നുമല്ല എനിക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ വീണ്ടും അന്വേഷണം. പിന്നെ എവിടെയും പോകുന്നില്ല, ഒരാശ്രമങ്ങളിൽ ഒരു ഗുരുവിൽ നിന്നോ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന ഒരാളാലും എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് ഞാൻ ഒരു സമയം തിരിച്ചറിഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ ഇനി എന്താണോ വരുന്നത് അങ്ങനെ ജീവിക്കാം എന്ന തലത്തിലേക്ക് മാറി ആ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകെ ഞാൻ
എന്താണ് അടിയുറച്ച വിശ്വാസം, എന്താണ് ക്ഷമ എന്ന 2 വൻ ശക്തികളെ പറ്റിയായിരുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ പഠിച്ചത്. എന്നെ ജീവിതം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും വലിയ എൻ്റെ അനുഭവ പഠനം അടിയുറച്ച വിശ്വാസവും ക്ഷമയുമാണ്. ഇത് രണ്ടും 2 കൈകളിലും ഉണ്ടെങ്കിൽ ഈ ജീവിതവും ആത്മീയതയും എല്ലാം ഒരേപോലെ അനുഭവിക്കാൻ കഴിയും. കാരണം രണ്ടും രണ്ടല്ല, എല്ലാം ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ മനസ്സിലായ ഞാൻ ഒരു മന്ത്രം ജപിച്ചിട്ടില്ല ഇതുവരെ, ഒരു ഉപനിഷത്തുകളോ ഒരു ഗ്രന്ഥങ്ങളോ വായിച്ചിട്ടില്ല, ഒന്നിനെക്കുറിച്ചും എനിക്കറിയില്ല. ഒരു ആത്മീയ ഗുരു എന്ന് പറയാൻ ഓടിച്ചെന്ന് സംസാരിക്കാനോ സംശയങ്ങൾ തീർക്കാനോ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. എല്ലാം സ്വമതയെ തിരിച്ചറിയും. ഓരോ എക്സ്പീരിയൻസിലും ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും ആ സമയത്തുള്ള ഇമോഷൻസ് എനിക്ക് വരും ഒറ്റ തവണ. ആ ഇമോഷൻ അനുഭവിച്ചുകൊണ്ട് ആ ഇമോഷനിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്ത് കടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ഓരോ അവസ്ഥയും ഒരു തവണയേ എനിക്ക് വരുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ജന്മം എന്തൊക്കെ അനുഭവിക്കണമോ ആ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കേണ്ടതല്ലാത്തവളായിട്ട് പോലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അത് ഞാൻ ഈ ലോകത്തിന് വഴി കാട്ടേണ്ടവളാണെന്ന് എനിക്ക് എന്നെ ആ യോഗ്യതയിലേക്ക് നയിക്കാനാണ് ഇതെല്ലാം വന്നതെന്ന് എനിക്ക് ഓരോന്നും വരുമ്പോഴും മനസ്സിലായിരുന്നു. അപ്പോൾ ഓരോ അനുഭവങ്ങളും ആ ഇമോഷനിൽ നിന്നുകൊണ്ട് ആ ഇമോഷനെ ഞാൻ ജയിക്കുകയായിരുന്നു. അതിലൂടെ ഞാൻ പഠിച്ച ഒരേ ഒരു വാക്ക് സമർപ്പണം ആയിരുന്നു, സറണ്ടറിങ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ ആ പുസ്തകം വായിക്കാന്ന് വെച്ചാൽ വായിക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ വെറുതെ എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കും ഞാൻ. കാരണം വായിച്ചാൽ എൻ്റെ തലയ്ക്കകത്തേക്ക് കയറില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ മറച്ചു നോക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ കാണുകയാണ് സമർപ്പണം എന്നൊരു വാക്ക്. അപ്പം ഞാൻ അതിനെ വട്ടം വരച്ച് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചു, എന്താണ് സമർപ്പണം? അത് അമൃതാനന്ദമയി അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഗുരുക്കന്മാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരണന്മാരും പറയും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കൂ കുട്ടി എന്ന് പറയും. എന്താണ് സമർപ്പണം? സമർപ്പിക്കുക, ശരി, അതൊരു വേർഡ് എനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്താണ്, അതെങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. പിന്നെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒന്നിൻ്റെ പിന്നാലെ അന്വേഷിച്ചൊന്നും പോവില്ല. മനസ്സിലിങ്ങനെ ചോദിക്കും, എന്താണിത്, എന്താണ്, ഇതിനെ എങ്ങനെ അന്വേഷിക്കണം? അന്വേഷിക്കാൻ അറിയില്ല, ഒന്നും അറിയാത്ത ആളാണ് ഞാൻ. പക്ഷെ എനിക്കത് അറിയണം. ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ സത്യങ്ങളെക്കുറിച്ച് എനിക്കറിയണം എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് അതിലേക്കായിരിക്കും. അതും എനിക്കറിയില്ല അതിലേക്കാണെന്ന്. അത് കൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും, ഓ യാത്ര ചെയ്തത് മുഴുവൻ ഇതായിരുന്നു, ചോദിച്ചതായിരുന്നു അല്ലേ എന്ന്. കാരണം അത്രയും ക്ലാരിറ്റിയിലാണ് എനിക്ക് ഓരോന്നിൻ്റെ അർത്ഥം റിയലൈസ് ചെയ്ത് തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. എനിക്കത് നിങ്ങളോട് ഒരിക്കലും വാക്കുകളിൽ അത് എനിക്ക് പറയാൻ കഴിയില്ല. അത് വാക്കുകൾക്ക് അതീതമായൊരു സത്യമാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്ക് അറിയാൻ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ സഹനത്തിനെ ഏറ്റവും വലിയൊരു പവറാക്കി എടുക്കാൻ പഠിച്ചു. സഹനമാണ് ഏറ്റവും വലിയ പവർ, ത്യാഗമാണ് ഏറ്റവും വലിയ ശക്തി. സഹനത്തിനെ നമുക്ക് ദുഃഖമായും ആനന്ദമായും ഉപയോഗിക്കാം. ആനന്ദമാക്കിയവർ വിവേകികൾ. അപ്പോൾ അതിനെ ആനന്ദമാക്കാനുള്ള ആ കഴിവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സഹനം എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്നൊരവസ്ഥ എൻ്റെ നിഘണ്ടുവിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. കാരണം ഒന്നും എന്നെ ടച്ച് ചെയ്യാതെ. പിന്നെ എനിക്ക് എല്ലാത്തിനെയും അതിൻ്റെ മനോഹാരിതയിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ ഉള്ളതെല്ലാം വളരെ മനോഹരമാണ്. എല്ലാവരും എത്ര മനോഹരമാണ്.
ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്, ജീവിതം എത്ര മനോഹരമാണ്. കുടുംബം, മക്കൾ, ഭർത്താവ്, അയൽവക്കം, സമൂഹം, എല്ലാത്തിൻ്റെയും മാധുര്യം, മനോഹാരിത മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരെന്ത് പറഞ്ഞാൽ പോലും എനിക്കതിൻ്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതിലൊരു മോശം അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഉൾക്കൊള്ളാനോ ദർശിക്കാനോ എനിക്ക് കഴിയാതെ. അങ്ങനെ അത്തരം സത്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആനന്ദം കൊള്ളാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയായിരിക്കുന്ന എനിക്ക് കിട്ടിയ ആനന്ദം ഇതേപോലെ സമൂഹത്തിലിരിക്കുന്ന എത്രയോ വീട്ടമ്മമാർക്ക് കൊടുക്കാൻ എനിക്ക് കഴിയണമല്ലോ. എനിക്ക് എന്തുകൊണ്ടത് പറ്റില്ല? പറ്റണം. അതിനുവേണ്ടി ഞാൻ ഈ ലോകത്ത് ഇതേപോലെ സാധാരണ വീട്ടമ്മമാരെ ഇത്തരം സത്യങ്ങൾ അറിയിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഇതെല്ലാം പഠിക്കാൻ പോയത്. കാരണം ഞാൻ ഇത് പറയാനായിട്ട് ഇവിടെ ഇരുന്നാൽ എൻ്റെ അടുത്ത് ആരും സമീപിക്കില്ല. അപ്പം എനിക്കൊരു ബോർഡിൽ എഴുതി വയ്ക്കാൻ കുറച്ച് ഡിഗ്രി വേണം. അതിനു വേണ്ടി ഈ ലോകം നമ്മളെ ഉൾക്കൊള്ളുക അങ്ങനെ കുറേ കാര്യത്തിലാണ്. അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇതൊക്കെ അറിയാൻ വേണ്ടി പോയത്. പക്ഷെ ഇതൊന്നും ഞാൻ പരിശീലിച്ചിട്ടുമില്ല, ഇവിടെ ആരോടും പറയുന്നുമില്ല. കാരണം പഠിച്ചതും ഒന്നും എൻ്റെ തലയിലില്ല. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ ആ നിമിഷം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്നോട് നേരത്തെ പറയണം എന്ന് വിചാരിച്ച കാര്യം പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ആരും ഇപ്പോൾ 29 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. 29 വർഷമായിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ എന്നിലൂടെ പ്രവർത്തിക്കും. അതിലവർ വളരെ പരിപൂർണരായി പൂർണ്ണമായൊരു സന്തോഷത്തിലാണ് അവിടെ ഇറങ്ങിപ്പോവുക. ഒരു കൗൺസിലിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എല്ലാവരെയും കൗൺസിൽ ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണ് നടക്കണേ ചോദിച്ചാൽ എനിക്കറിയില്ല. നടക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ കൈകളിൽ നിന്ന് കിടക്കണം. അവരെയൊക്കെ ഒരുപാട് ദുഃഖങ്ങളിൽ ജീവിതം ഇല്ലാത്തവരെ 1-2 തവണ ക്യാൻസർ ബാധിച്ചവരും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരും മക്കളിട്ടിട്ട് പോയവരും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളിൽ ജീവിക്കുന്നവരുമായ ഒരുപാട് ആളുകളാണ് ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അവരൊക്കെ ഒരുപാട് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടുകൂടി ആടിപ്പാടി നടക്കുകയാണ്. അപ്പോൾ അവരോട് പുറത്ത് ലോകം ചോദിക്കും, ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ കഴിയണേന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കാൻ കഴിയുന്നതാണ് കഴിവ്. അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മളെ കേൾക്കും. സുഖമാണ്, സന്തോഷമാണ്, ആരോഗ്യമാണ്, അല്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളും ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുണ്ടോ? ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് പറയും. ഒന്നുമില്ലായ്മയും ഈശ്വരനാണ്. ഈശ്വരനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സർവ്വഭാവങ്ങളെയും ഉൾക്കൊള്ളണം. ഒരു ഭാവത്തെ മാത്രം കാണാൻ പാടില്ലല്ലോ. അപ്പോൾ സുഖമല്ലാത്തൊരു ഭാവവും ഈശ്വരനിലുണ്ട്. ആ ഭാവത്തെ കൂടി ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ദുഃഖമാണ് ഇന്നത്തെ മനുഷ്യന് സഹിക്കാനാവാത്തത്. സഫറിങ്. എന്താണ് സഫറിങ് എടുക്കാൻ പറ്റാണ്ട്, സഹനം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ലോകം നടക്കുന്നത്. സഹനം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ സഹനത്തിലേക്കാണ് അവർ വീണുകൊണ്ടിരിക്കുന്നതെന്ന് അവരറിയുന്നില്ല. ഏറ്റവും വലിയ സഹനത്തിനെ, അതായത് ഏറ്റവും വലിയ ദുരവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ എടുക്കുന്ന കൊച്ചു സഹനത്തിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന സഹനത്തിൻ്റെ കഥ. അപ്പോൾ ആ സത്യം മനസ്സിലാക്കിയാൽ ഏറ്റവും വലിയ സഹനം, ജീവിതത്തിൽ അവസാനം വരെ അനുഭവിക്കുന്ന സഹനത്തെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാം. അതിന് ജ്ഞാനം വേണം. ജ്ഞാനമാണ് അതിൻ്റെ ഉത്തരം. അതെന്ത് ജ്ഞാനം? യഥാർത്ഥ ജ്ഞാനം. അതൊരു ഗ്രന്ഥത്തിലെ ജ്ഞാനമല്ല, അത് അനുഭവജ്ഞാനമാണ്. അതാ പറഞ്ഞത്, എനിക്ക് ഒന്നും അറിയില്ല, ഒരു ഗ്രന്ഥങ്ങൾ അറിയില്ല,
ഒന്നിനെയും പറ്റി പറയാൻ, ഈ ലോകത്തെ ഭൗതികതയെ പറ്റി ചോദിച്ചാൽ ഞാൻ അന്ധമാണ്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാനിവിടെ എല്ലാം അനുഭവിച്ച് ജീവിക്കുന്നു. പക്ഷേ സൂക്ഷ്മതയെക്കുറിച്ച് ചോദിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എന്നിലൂടെ തന്നെ പ്രവഹിക്കുന്നത് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ആ ജ്ഞാനം, ആ നിഷ്കളങ്കതയിൽ നമ്മളെ നിർത്തിക്കുന്ന ആ അറിവ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വരുന്നവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൊടുക്കും. അതിനുശേഷം അവരെ ഞാൻ ഹീൽ ചെയ്യും. ആ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ റേക്കി, പ്രാണിക് ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, ക്രിയായോഗ, ഒരുപാട് ഹീലിംഗ് മെത്തേഡുകളുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നുമില്ല. അവരോടും പറയും, എല്ലാം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം അവിടെ സറണ്ടർ ആക്കിക്കൊണ്ട് അവിടെ കിടക്കും. ഈ രോഗം തന്ന ആളും ഈ രോഗിയും തീർക്കുന്നവനും അദ്ദേഹമാണ്. എനിക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പോൾ എല്ലാം തന്ന ആൾക്ക് തന്നെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കണ്ണടച്ച് കിടക്കും. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒരു ശരീരമായിക്കൊണ്ട് കിടക്കുക. എന്നിലൂടെ, ഈ ശരീരത്തിലൂടെ ആ ശക്തി നിങ്ങളിലും പ്രവർത്തിക്കട്ടെ, എന്നിലും പ്രവർത്തിക്കട്ടെ. എന്നിലൂടെ ഒഴുകുമ്പോൾ എനിക്കിതിൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഞാനും നന്നാവും, നിങ്ങളും നന്നാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നിലുള്ള ഒരു കർമ്മം എന്ന് വെച്ചാൽ നിങ്ങളാകുന്ന ഈ ആത്മാവിനെ എൻ്റെ മുമ്പിലേക്ക് പ്രകൃതി കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരിപൂർണമായും എനിക്കും ഒന്നും ചെയ്യാനില്ലെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെയും എന്നെയും സറണ്ടർ ചെയ്തു അവിടെ ഇരിക്കും. അത് അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നും വേറെ ഇല്ല. അപ്പോൾ ഞാൻ പറയും, എന്നോട് അസുഖങ്ങളൊന്നും പറയണ്ട. എല്ലാം അറിയുന്നവനാണ് തീർക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നത്. ആളെ നിങ്ങൾ പഠിപ്പിക്കണ്ട, അവിടെ വിശ്വസിച്ച് കിടക്കുക. അങ്ങനെ എൻ്റെ ഹീലിംഗ് കഴിഞ്ഞു. എനിക്കും ഒരു ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടില്ല. എനിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇതിലില്ല, അവർക്കും ഇല്ല. എന്ത് വന്നാലും അവർക്ക് എന്താണോ ആ പ്രകൃതി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അവർ നീങ്ങും. പക്ഷേ എന്നെ അവിടെ മീഡിയേറ്റർ ആക്കിയിട്ട് നിർത്തിയിട്ട് അവരെ ഭംഗിയാക്കുന്ന ഈശ്വരൻ്റെ വൈഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്നെ കയറ്റി വയ്ക്കുന്ന ഒരു പണി, അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നോട്, ഈ ലോകം എന്തെടുക്കുന്നു എന്നുള്ളത് എനിക്കറിയണ്ട, എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് ഒന്നും തോന്നാറില്ല. പക്ഷേ എൻ്റെ കണ്ണ് നിറയും. ആ അമ്മ, പ്രകൃതിയാകുന്ന ആ അമ്മ എന്നെ സ്നേഹിക്കുന്നത്, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ അമ്മ എൻ്റെ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കുന്നത്, ആ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ശരീരമാകാനായിരുന്നു കുട്ടിക്കാലം മുതലേ എന്നെ എന്താ പറയുക പാകപ്പെടുത്തി കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം. ഇന്ന് എനിക്ക് 47 വയസ്സായി. ഇപ്പോൾ അതിൽ ഞാൻ പൂർണ്ണമായി ഇരിക്കുകയാണ്. ഇനി അങ്ങനെ ഇന്നത് ഭാവിയിൽ വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്നോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എന്താണോ എന്നിലൂടെ സംഭവിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിക്കപ്പെടട്ടെ. അതെന്താണോ ആ ഒരു നിമിഷത്തിൽ ആനന്ദമായിട്ടിരിക്കുക എന്നതിലുപരി ഒന്നുമില്ല. എൻ്റെ മുമ്പിൽ വരുന്നവരെ സർവ്വദുഃഖങ്ങളിൽ നിന്നും പുറത്തേക്ക് കടത്തുക, അവർക്കതിന് വേണ്ട യഥാർത്ഥ ജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം സമർപ്പണത്തിൻ്റെ വഴിയാണ്. എന്താണ് സമർപ്പണം? അതിൽ കൂടെ എങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകാം? സമർപ്പണം ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായൊരു വഴിയാണ്. ശരിയായതും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജന്മം കൊണ്ടൊന്നും ആവില്ല.
എന്നാലും ഒരു ശ്രേഷ്ഠമായ ഒരു വിത്ത്, ഒരു ജ്ഞാനത്തിൻ്റെ വിത്ത് ഓരോ മനുഷ്യ മനസ്സിലും ഇട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് ഈ ജന്മം പൂർത്തീകരിക്കാം എന്നൊരു സന്തോഷമാണ് എനിക്ക്. അല്ലാതെ ഞാനിപ്പോൾ ഈ സമർപ്പണത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് എല്ലാവരും പൂർണ്ണമായി ഈ സമർപ്പണത്തിൽ എത്തില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാലും എത്രയോ ആളുകൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത വഴി കൂടെ പോന്നിട്ട് അവരവരുടെ അഹങ്കാരത്തിൽ നിന്ന് സ്വയം അവനവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുകയും സ്വയം അവനവനെ തിരിച്ചറിയുകയും അവനവൻ്റെ അഹം എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കി അതിൽ നിന്ന് മുക്തി നേടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ഇനി അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് എല്ലാവരും. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോഴും അവർ സ്വയം ചിന്തിക്കുന്നത് മറ്റുള്ളവരെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്നല്ല, ഞാൻ എന്താണ് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ചിന്തയുടെ വൈകല്യം എൻ്റേതാണ്. അപ്പോൾ എൻ്റെ കുഴപ്പമാണിതെല്ലാം. വേറൊരാളെ അടിച്ചേൽപ്പിക്കില്ല. മറ്റൊരാളെയല്ല ഞാൻ മാറ്റേണ്ടത്. അവരെന്ത് പറഞ്ഞാലും അത് നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പം എൻ്റെയാണ്. ഞാനാണ് മാറേണ്ടത്. ഈ ലോകം എന്നെ പല രീതിയിലും പരീക്ഷിക്കും. അതായത് ഈ ലോകം എന്നെ പല രീതിയിലും തോണ്ടും. അതിൽ ഞാൻ അസ്വസ്ഥപ്പെട്ടാൽ അത് എൻ്റെ കുറവാണ്. അപ്പോൾ എൻ്റെ കുറവിനെയാണ് ഞാൻ മാറ്റേണ്ടത്, എന്നെയാണ് ഞാൻ മാറ്റേണ്ടതെന്ന് എൻ്റെ കുട്ടികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കെങ്കിലും അവരിൽ കാണാൻ കഴിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അത്രയ്ക്കെങ്കിലും അവരിലേക്ക് നോക്കാൻ വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ സമർപ്പണം പഠിപ്പിക്കുന്നതിൻ്റെ അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, സമർപ്പണത്തെ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്താലും അവർക്കൊരു 9 വർഷമായിട്ടും സമർപ്പണത്തെ പറ്റി പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 9 വർഷമായിട്ടും തീർന്നിട്ടില്ല. അതാണ് അതിലേറെ വലിയ വിശേഷം. കാരണം ഈ 9 വർഷമായിട്ടും എല്ലാ ദിവസവും, അതായത് മാസത്തിൽ 2-3 തവണ വെച്ചെടുക്കുന്ന ഓരോ പ്രാവശ്യം എടുക്കുന്ന ക്ലാസ്സിലും സമർപ്പണത്തിൻ്റെ ഓരോ ഭാവങ്ങളാണ് വരുന്നത്. ഇത്രയും വർഷമായിട്ടും ഇതിന് അവസാനമില്ല. ഇത് അനന്തതയാണ്. സമർപ്പണം എന്നത് അനന്തതയുടെ ജ്ഞാനമാണ്. അപ്പോൾ വളരെ ഈ ശ്രേഷ്ഠമായ വിത്ത് ഒരാളുടെ ആ ആത്മാവിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അവരിൽ ചെറിയൊരു മാറ്റങ്ങൾ പോലും എന്നെ അത്രയധികം അത്ഭുതപ്പെടുത്തുക, സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സ്വയം അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയാൻ അവരെ പാകപ്പെടുത്തി എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിനെ മുറുകെ പിടിച്ച് ഓരോരുത്തരിലേക്കും ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കതിനുള്ള ഇവിടെ ആളുകളുടെ ഞാൻ മനസ്സിലാക്കിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ധൈര്യമില്ല അതിലേക്ക് കയറാൻ. ഭയമാണ് മനുഷ്യന്. ഇന്ന് എല്ലാവർക്കും ഭയമാണ്. ഒരു പരിധി വരെ നിലനിന്നാലും ചില കാര്യങ്ങളോട് അടുത്തെത്തുമ്പോൾ അവർക്ക് എന്തോ നഷ്ടപ്പെടുമെന്നൊരു ഭയം. അവിടെ വെച്ച് മനുഷ്യൻ സ്റ്റോപ്പ് ആവണം. അപ്പോൾ ഞാൻ പറയും, ഞാനുണ്ട് പിന്നിൽ, ധൈര്യമായിട്ട് കയറിക്കോളും. എന്തു വന്നാലും ഞാൻ കടത്തും, ഞാൻ പിടിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തിയെടുക്കും. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ കണ്ണടച്ചതിലേക്ക് യാത്ര ചെയ്യണം. എന്തും വന്നോട്ടെ, അത് അവരുടെ വിശ്വാസമാണ്. എന്നോടുള്ള ആ വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ മക്കളൊക്കെ യാത്ര ചെയ്യണം. ഞാൻ പിന്നിലുണ്ടെന്ന ധൈര്യത്തിൽ അവർ കാല് വയ്ക്കുന്നതോടെ അവർ ആ ഭയത്തിനെ അതിജീവിച്ച് കിടക്കണം. അങ്ങനെയാണ് ആ വിശ്വാസത്തെ ഞാൻ ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അവർക്കൊരാപത്ത് വന്നാൽ നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാനല്ല അവരെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഒന്നും അവിടെ ചെയ്യാനില്ല. അവരെ കൊണ്ടുപോകുന്നതും ഞാനെന്ന ഈ ശരീരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയിപ്പിക്കുന്നതും കൊണ്ടുപോകുന്നതും അവരെ അത് റിയലൈസ് ചെയ്യിപ്പിക്കുന്നതും അമ്മയാണ്, പരാശക്തിയാണ്. അപ്പോൾ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യേണ്ടതുമില്ല. ഞാനൊരു ആത്മധൈര്യം കൊടുക്കണം. പിന്നെ എന്നിലൂടെ അത് പ്രവർത്തിക്കപ്പെടുമ്പോൾ ആ അമ്മ ആ മക്കളെ സംരക്ഷിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം അത് എന്നെ പരിപൂർണമായി
ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. പറയുമ്പോൾ ഞാൻ കുടുംബജീവിതത്തിലാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൾക്ക് 26 വയസ്സ്, വിവാഹം കഴിച്ചു. ഒരു പേരക്കുട്ടിയുണ്ട്. മകന് 23 വയസ്സ്, അവൻ ഡിഗ്രി കഴിഞ്ഞു, പഠിക്കുന്നു. ഹസ്ബൻഡ് ബിസിനസ്. ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നു. കുടുംബജീവിതവും ഈ ലോകവും എനിക്ക് വളരെ സുഖകരമായി മനോഹരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ആത്മീയതയും ഇതും കൊണ്ട് നിങ്ങൾ ജീവിക്കണേ? കാരണം നിങ്ങൾ അവിടെ ജീവിക്കുന്നതും വളരെ മനോഹരമായിട്ടാണ്. ഏതൊരാൾ കണ്ടാലും ഇത്ര രസകരമായിട്ടാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഈ ഒരു കർമ്മമണ്ഡലത്തിലേക്ക് കയറുമ്പോൾ ഞാൻ എന്താണോ ആവേണ്ടത് അതാവുന്നു. തിരിച്ച് എൻ്റെ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഞാനൊരു സാധാരണ അമ്മ, ഒരു ഭാര്യ, ഒരു മകൾ. അത് എങ്ങനെയാണോ ആകേണ്ടത് അതും ഞാനാകുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ പോലും അതിശയത്തോടെ നോക്കുന്നൊരു കാര്യമാണ്. കാരണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എന്നിലൂടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ തന്നെ അത്ഭുതത്തോടെ എന്നെ ഇടയ്ക്കിരുന്ന് ഒബ്സർവ് ചെയ്യും. ഇതെന്തപ്പോൾ ഇവിടെ നടക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു രോഗി ഹീലിങ്ങിന് കിടക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പല പ്രശ്നങ്ങളും പറയാറേ ഇല്ല. വരും, എന്നെ ഒന്ന് ഹീൽ ചെയ്യും. ഇപ്പോൾ അവർ കിടന്നു, ഞാൻ ഹീൽ ചെയ്യും. ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സാധാരണ 7 ചക്രകൾ ഹീൽ ചെയ്യുന്നതിനുപരി വേറെയും പല സ്ഥലങ്ങളിലൊക്കെ ഹീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, അവിടെ വേദന ഉണ്ടായിരുന്നു അല്ലേ, ഇവിടെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും എന്നോട്. അറിയില്ല, ഞാനല്ല, ആരോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയണം, എൻ്റെ ഉള്ളിൽ പറയണം, അവിടെയൊക്കെ ചെയ്തോളൂ, ഇവിടെയൊക്കെ ചെയ്തോളൂ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുമ്പോൾ അവർ പറയും പറഞ്ഞോടത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ ശരീരം പൂർണ്ണമായും ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ പരാശക്തി എടുത്തു കഴിഞ്ഞു എന്ന് എനിക്ക് എന്നേ മനസ്സിലായി. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി സത്യം പറഞ്ഞാൽ ഈ വേൾഡിലും ഇല്ല, ആ വേൾഡിലും ഇല്ല. സുഖം, സ്വസ്ഥം, വളരെ ഹാപ്പിയായി ആടിപ്പാടി വളരെ നിഷ്കളങ്കതയോടുകൂടി സർവ്വതും ആ പരാശക്തിയായ അമ്മയിൽ അർപ്പിച്ച് എൻ്റെ കുടുംബജീവിതവും ബന്ധങ്ങളും അതുപോലെ ആത്മീയ ജീവിതവും. പക്ഷേ ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. നമ്മൾ അത് എല്ലാം ഒന്നായി കാണാൻ കഴിയുന്ന സമയത്താണ് എല്ലാം ഒന്നായി മാറുന്നത്. രണ്ടിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ, ഇപ്പോൾ എനിക്ക് തന്നത് ജീവിതമാണ്. കാട്ടിലേക്കോ മേട്ടിലേക്കോ ഗുഹകളിലോ പോയി ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഇട്ടിട്ട് ഞാൻ പോയി ഈശ്വരനെ നേടാൻ ഇരുന്നാൽ ഒരിക്കലും എനിക്ക് ഈശ്വരനെ കിട്ടില്ല. എനിക്ക് എന്താണോ തന്നിരിക്കുന്നത്, ജീവിതമാണ് തന്നിരിക്കുന്നത്. ആ ജീവിതത്തിനെ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിനെ നേടാം എന്നെനിക്ക് മനസ്സിലായി. അതിന് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ജീവിതമാണ് ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും ഉന്നതമായതും മൂല്യമുള്ളതും ആയ വഴിയെന്ന് മനസ്സിലായി. കാരണം ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയുമുള്ളതാണ്. സഹനങ്ങളും ത്യാഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞതാണ്. അപ്പോൾ അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞ അത് തന്നെയാണ് ആത്മീയത. വേറെ അതിനു മുകളിൽ ഒരു ആത്മീയത ഇല്ല. അതും ആത്മീയതയാണെന്ന് പോലും
അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊന്നും ഈശ്വരീയമാണെന്നോ ആത്മീയതയാണെന്നോ ഒന്നും അറിയാതെയാണ് ഞാൻ ഇതിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ആത്മീയത അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല, ഈശ്വരനെ അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവണില്ല. കുറേ മനസ്സിലാക്കണമെന്ന ആഗ്രഹമുണ്ട്, ഒന്നും അറിയാനുള്ള വഴിയുമില്ലല്ലോ എന്ന് നിഷ്കളങ്കമായി പ്രകൃതിയുടെ മുമ്പിൽ തുറന്ന് ചോദിച്ച് പ്രകൃതിയാകുന്ന ആ പരാശക്തിയാകുന്ന എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാനൊരു നിലവ് നിൽക്കും. ഇത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൊരു സത്യം. ഇതിനപ്പുറം പിന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നു, അതിലും ഞാൻ നിഷ്കളങ്കമായി ഇങ്ങനെ ഇരിക്കും. എന്നെ ഓർമ്മപ്പെടുത്തണം ഞാൻ ആത്മീയമാണ് എന്ന്. ഒരാൾ പുറത്ത് നിന്ന് അവരെന്നോട് അങ്ങനെ പറയുമ്പോഴാണ് ആണോ, ഞാൻ അങ്ങനെയാണോ, ആവട്ടെ എന്ന് പറയും. കാരണം എന്നെ ഓർമ്മപ്പെടുത്തിയാൽ മാത്രമാണ് എനിക്കത് അറിയണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തിലാണോ അതിലിരിക്കും. ഇന്നതാണ് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തണം. അപ്പം എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ എന്നോട് പറയും, അമ്മ ഞാൻ പറയും, എന്താ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്? ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ കോംപ്ലിക്കേഷനിലാണ് ജീവിക്കുന്നത്. എനിക്കതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാൻ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ അത്ര ബുദ്ധിമുട്ട് എന്ന് ഞാൻ ചോദിക്കും കുട്ടികളോട്. അപ്പോൾ കുട്ടികൾ പറയും, അമ്മ ഇതാണ് ബുദ്ധിമുട്ട്, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്കിത് വെരി ഈസിയാണ്, എനിക്ക് നിങ്ങളെപ്പോലെ ആവാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഒരു കുടുംബജീവിതത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് സാധാരണ ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, എനിക്ക് പലതും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നില്ല നിങ്ങളുടെ അടുത്ത്. അതായത് എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഓരോ റിയലൈസേഷനിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഭൗതികമായിട്ട് എന്തുണ്ട് ചോദിച്ചാൽ 0 ആണ്. പക്ഷേ ആ 0 ആയി നിൽക്കുന്നൊരവസ്ഥ പോലും എനിക്ക് ആനന്ദമാണ്. എന്നാൽ ഞാൻ എല്ലാം അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ സർവത്ര എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇപ്പം ഈ ഭൗതികതയിൽ എന്തുണ്ടോ അതെല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഒന്നിനും എനിക്കൊരു കുറവില്ല. എല്ലാത്തിനും ഒരു നിറഞ്ഞു കഴിഞ്ഞൊരവസ്ഥയാണ്, ഒരു ഫുൾഫിൽമെൻ്റാണ്. പിന്നെ ഏതൊരവസ്ഥയും എനിക്ക് ഇപ്പോൾ ഒരു അമ്മ എന്ന സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു മക്കളോട് വേണ്ട ഒരു ഇമോഷൻ എനിക്ക് ആ ഒരു നിമിഷത്തിൽ എന്താണോ വരേണ്ടത് അത് വരും. അത് വന്നാലാണ് ഇവിടെ ജീവിതം നല്ല രീതിയിൽ പോകുള്ളൂ. അതപ്പോൾ വന്നു, ആ നിമിഷം അത് കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ആ ഇമോഷൻസ് ഇല്ല, ഒന്നുമില്ല. അതിനൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡാണ്. മക്കളിൽ നിന്ന്, ഫാമിലി ലൈഫിൽ നിന്നും, എല്ലാത്തിലും ഞാൻ ഡിറ്റാച്ച്ഡാണ്. പക്ഷേ എല്ലാത്തിലും ഞാൻ ഡെഡിക്കേറ്റഡാണ്. ഡെഡിക്കേറ്റഡ് അല്ലാതെ എനിക്ക് പ്രവർത്തിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ സന്തോഷമായി വളരെ അനുഭൂതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലം എന്നിൽ നിന്ന് എനിക്ക് മാക്സിമം ഈ അറിവുകൾ ഈ ലോകത്തിന് കൊടുക്കണം. നമ്മൾ ഇന്ന് ഈ ലോകം ജീവിതം ഉത്തരവാദിത്തങ്ങളെല്ലാം ഇട്ടിട്ട് ആത്മീയത എന്നുള്ള പേരിൽ ഓടുകയാണ് കുട്ടികൾ, ആളുകൾ. എവിടേക്കാണ് ഓടണേ? എന്ത് കിട്ടാനാണ് ഓടണേ? എവിടേക്കും ഓടണ്ട. തന്നിരിക്കുന്നത് എന്താണോ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക, തുറന്ന മനസ്സോടെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്. ആ തന്നിരിക്കുന്നത് ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ കൂടെ ജീവിതത്തിനെ എക്സ്പീരിയൻസ് ചെയ്താൽ അതിലും ശ്രേഷ്ഠമായൊരു വഴി വേറെ ഇല്ല എന്നുള്ളത് ഓരോ വ്യക്തിക്കും മനസ്സിലാവും. അതിന് ആ അറിവ് ഓരോരുത്തർക്കും കൊടുത്ത് ഓടിപ്പോയവരൊക്കെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് എന്താണോ അതിൽ നിർത്തി അതിൻ്റെ ഏറ്റക്കുറച്ചിലൂടെ സഞ്ചരിപ്പിച്ച് കുറവ് കൂടുതലുകൾ മനസ്സിലാക്കി അതിൽ സന്തോഷവും ദുഃഖവും എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിന്, അറിവിനെ എടുപ്പിച്ച് അവരെയൊക്കെ അതാണ് ഈശ്വരൻ.
ആ അനുഭൂതി, ആ നിമിഷം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് സത്യം, അതാണ് ഈശ്വരൻ. സത്യമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ, അതാണ് സ്വർഗം. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഓടിക്കതച്ച് അവിടേക്കും ഇവിടേക്കും എല്ലാം ചെയ്തോ, ധ്യാനം ചെയ്തോ, അമ്പലങ്ങളിൽ പൊക്കോ, എല്ലാം വേണം, ഒന്നും വേണ്ടാന്ന് പറയണില്ല, ഒന്നും ശരിയല്ല എന്ന് പറയണില്ല, എല്ലാം ശരികളാണ്. പക്ഷേ സത്യത്തിലേക്ക് എത്തണം. എല്ലാ വഴികളിലും കയറി അവിടെ നിന്ന് പോകരുത്, സത്യത്തിലേക്ക് എത്തണം. ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം. നമ്മളൊരു കടലാസ് പെട്ടി വെച്ച് അടച്ചിട്ട് ഒന്നിലൊരു പച്ചക്കടലാസ് ഒട്ടിച്ചു, 4 സ്ഥലത്ത് 4 കളർ കടലാസ് ഒട്ടിച്ചു. ഒരാൾ ഇതിൽ കൂടെ നോക്കിയിട്ട് പറയുകയാണ്, അതാ സത്യം, അതാ ഈശ്വരൻ. അദ്ദേഹത്തിൻ്റെ നിറം പച്ചയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്നവർ പറയും പച്ചയാണ്. അപ്പുറത്ത് 4 നിറവും 4 നിറങ്ങളും പറയും ഈശ്വരന്. ഉയർന്ന് നോക്കണം, പെട്ടിക്ക് മുകളിലൂടെ നോക്കണം. 4 നിറവുമല്ല, 4 നിറവുമല്ലാത്തൊരു നിറമാണ് ഈശ്വരൻ. അപ്പോൾ ഉയർന്ന് ചിന്തിക്കണം, വിശാലമായ മനസ്സോടെ ആ സത്യത്തിനെ അന്വേഷിക്കണം, അറിയണം. ഒന്നിലും നിൽക്കരുത്. ഗ്രന്ഥങ്ങളിലോ പുസ്തകങ്ങളിലോ ജപത്തിലോ മന്ത്രത്തിലോ തന്ത്രത്തിലോ ധ്യാനത്തിലോ സേവനങ്ങളിലോ ഒരു വഴിയിലും നിന്നു പോകരുത്, ഒരു പാറ്റേണിനും നിന്നു പോകരുത്. കാരണം യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ പാറ്റേൺ ഇല്ലാത്തതാണ്. പാറ്റേൺ സത്യമല്ല, സത്യത്തിൽ നിന്ന് നമ്മളറിയാതെ മാറിപ്പോകും. നമ്മുടെ മനസ്സ് അതാണ്. മനസ്സിനെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള പഠനം, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം, അതാണ് ആത്മീയത. എന്താണ് മനസ്സെന്ന് അറിയണമല്ലോ ആൾക്കാർക്ക്. മനസ്സെന്താണെന്ന് അറിഞ്ഞാലാണല്ലോ അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാലാണല്ലോ അവനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. അതിന് ഉള്ള അറിവാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സ്. ഇവൻ ഇങ്ങനെയും കളിക്കും, ഇങ്ങനെയും പറയും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും വേദനയായാലും എല്ലാം ഒരേ മനസ്സോടെ ഒരേ സത്യത്തിൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് നോക്കുക. അത് തരുന്ന ഈ കാര്യങ്ങളിലേക്ക് നോക്കരുത്. ആ സത്യത്തിലേക്ക് നോക്കുക, സത്യത്തിനെ ഉൾക്കൊള്ളാം. നീ തരുന്ന എല്ലാം നിൻ്റെ ദിവ്യോപഹാരങ്ങളായി ഞാൻ സ്വീകരിക്കും. അത് എല്ലാം എൻ്റെ നല്ലതിന് എന്ന ഒരു മനസ്സോടുകൂടി ഈ ലോകത്തിൽ തരുന്ന ഏതൊരവസ്ഥയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഇതിനെയും വലിയൊരു ആനന്ദം വേറെയില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു നിമിഷം ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്നു ആ പരാശക്തിയുടെ ലീലകളെ പറ്റി പറയുന്നു. അതുപോലും ഒരനുഭൂതിയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ ഒരു നിമിഷം പോലും എനിക്കൊരനുഭൂതിയാണ്, ഒരു ആനന്ദമാണ്. ആ ആനന്ദത്തിലല്ലാതെ എനിക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്നു, ഇന്ന് ഞാനിത് കഴിഞ്ഞ് എൻ്റെ അടുക്കളയിൽ കയറി ഒരു ദോശ ചുടുന്നത് പോലും എനിക്ക് ആനന്ദമാണ്. അതിലും ഒരു ആനന്ദാവസ്ഥയെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടുജോലികൾ പോലും ചെയ്യുന്നത്. അങ്ങനെ ആടും പാടും. ഇപ്പോൾ നൃത്തം എന്ന് പറയുന്നത് പോയി പഠിക്കലൊന്നല്ല. നൃത്തം എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ എന്തൊക്കെയോ എന്നിലൂടെ ചെയ്യും. അത് ഇടയ്ക്ക് നിന്ന് ആടും. ഞാനിവിടെ കിടന്നിട്ട് എൻ്റെ അകത്തളങ്ങളിലൊക്കെ കിടന്ന് എന്തൊക്കെയോ നൃത്തമാടി കളിച്ചിങ്ങനെ ഞാൻ നടക്കും. അതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം, എൻ്റെ ചികിത്സ, ഞാൻ കൊടുക്കുന്ന ജ്ഞാനം എല്ലാം ആ അമ്മയുടെ ലീലകളെക്കുറിച്ചാണ്. അപ്പോൾ സൂക്ഷ്മത, അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം ഇതാണ് അവസാനം, അല്ലെങ്കിൽ ഇന്നതാണ് അവസാനം, ഇന്നതാണ് അറ്റം എന്നില്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തുടക്കവും ഒടുക്കവുമില്ലാത്ത അവസ്ഥയാണ് അമ്മ. ജീവിതാനുഭവങ്ങളിൽ നേരിട്ട് കടന്ന് അതിന്
അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇട്ടിട്ട് മറിയാനുള്ള പവറാണ്, അറിവുമാണ്. ആ അറിവാണ് ഇന്ന് ഓരോ മനുഷ്യനും നേടേണ്ടത്, ഇന്ന് കിട്ടേണ്ടതും അതാണ്. അത് കിട്ടുന്നില്ല. ആ സംഭവം കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ബാക്കി ഇന്ന് യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ എന്ത് തുറന്നാലും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതറിവും കിട്ടും. പക്ഷെ ഈ സാധനം കിട്ടില്ല. അത് ജീവിതാനുഭവത്തിൽ കൂടെ അനുഭവിച്ച് റിയലൈസ് ചെയ്ത ഒരാൾക്ക് മാത്രം പറഞ്ഞു തരാൻ പറ്റുന്നൊരു സത്യമാണത്. കാരണം ഏതുറക്കത്തിൽ നിങ്ങൾ ഏതൊരവസ്ഥയിൽ നിങ്ങൾ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചാലും എനിക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും, നിങ്ങളെ കടത്താൻ പറ്റും. കാരണം ഞാനത് കടന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അറിവാണ് ഇന്ന് കിട്ടേണ്ടത്. അപ്പം ഞാൻ മനസ്സിലാക്കി, നമ്മൾ മൂലാധാരത്തിൽ നിന്ന് ഊർജത്തിന് സഹസ്രാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും. സഹസ്രാരത്തിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ ബോധത്തിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എല്ലാ എക്സ്പീരിയൻസ് മിസ്സായിട്ട് കിടക്കാം. ഇത് എക്സ്പീരിയൻസിൽ നിന്നാണ് ബോധം ഉണ്ടാവണേ എല്ലാവർക്കും. അതാണല്ലോ മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് ഊർജത്തിനെ കൊണ്ടുപോകണത് ആൾക്കാർ. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഓട്ടിസം കുട്ടികളാണ് ഇപ്പോൾ ജനിക്കുന്നത്. അഗ്രഗണ്യന്മാരാണ്, വളരെ കഴിവുള്ള കുട്ടികളാണ്. അത് ശരിക്ക് ഓട്ടിസം ഒന്നും ഒരു അസുഖമല്ല. നമ്മൾ ഭൗതികതയിൽ വരുമ്പോൾ എല്ലാത്തിനും ഭൗതികതയിൽ ബാലൻസ്ഡ് ആവാത്തതെല്ലാം അസുഖം എന്ന പേരിൽ അറിയാം. എന്ന് വെച്ചാൽ അത് അസുഖമാണെന്നൊന്നുമില്ല. ഭൗതികതയിൽ ബാലൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവരുടെ തലം ഹയർ തല. അവർക്ക് ചില കാര്യത്തിൽ ഹയർ ആയിട്ടുള്ള ചില ക്വാളിറ്റീസും കഴിവുകളും ഉണ്ട്. അവരോളം എത്താൻ സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കില്ല. അതവരുടെ വലിയ കഴിവാണ്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അതായത് ഒന്നില്ലെങ്കിൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. ഇതാണ് ആൾക്കാരുടെ പ്രശ്നം. ആ രണ്ടിനെയും ഒരു ത്ലാസിൽ രണ്ട് ഭാഗം പോലെ കൊണ്ട് നടക്കാനുള്ള ബാലൻസിങ് പവർ, അതാണ് ഇന്ന് സ്പിരിച്വാലിറ്റിയിൽ ഇല്ലാണ്ടായി പോയത്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ജീവിക്കൂ. എന്തിനാണ് ഈ ലോകത്തിന് തള്ളിക്കളയണോ? നമുക്ക് എന്തിനാ ഈ ലോകം തന്നെ? ജീവിക്കൂ, സന്തോഷമായിട്ട് ജീവിക്കൂ. ഇവിടെ ഇതെല്ലാം അനുഭവിക്കൂ എന്ന് വെച്ച് ദൈവത്തിന് കിട്ടാതിരിക്കുമോ? അങ്ങനെയുള്ളൊരു ദൈവമാണെങ്കിൽ എന്തിനാ നമുക്ക് ആ ദൈവം? അല്ലേ? ദൈവത്തിന് ആവശ്യമില്ലല്ലോ. എല്ലാമാണ് ഈശ്വരൻ. സുഖവും ദുഃഖവും. സുഖത്തെയും എടുക്കൂ, ദുഃഖത്തെയും എടുക്കൂ, രണ്ടിനും എടുക്കൂ. അപ്പോൾ ഈശ്വരൻ്റെ പൂർണ്ണ രൂപത്തെ ദർശിക്കാം. അപ്പോൾ എത്ര മനോഹരമാണെന്നുള്ളത് നമുക്കറിയാം. അതൊരു രൂപമല്ല, ഒരു ഭാവമല്ല, ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ തന്നെയാണ്. അത് തിരിച്ചറിയും അവസാനം. വേറെ ഒന്നിനും വേണ്ടി പുറത്തലയണ്ട. എല്ലാം ഉള്ളവരാണ്, എല്ലാം നിറഞ്ഞവരാണ്. ജീവിക്കുന്ന ഓരോ നിമിഷം പോലും അവിടേക്കുള്ളതാണ്. അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് പോലുമില്ല. നമ്മളിപ്പോൾ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നത് പോലും അവിടേക്ക് തന്നെയാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് വേണ്ടി റെഡിയാവണം. എന്തിനാണ്? അതും വേണ്ട, എത്തും. എല്ലാം മനസ്സിലാക്കുക, എന്നിട്ടെല്ലാം അവിടെ കൊടുക്കുക. അവസാനത്തിലെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഒത്തുചേരാനും, സ്നേഹം, ബന്ധങ്ങളുടെ വില, സ്നേഹത്തിൻ്റെ വാല്യൂ, അതുപോലെ ആത്മീയത, ശാന്തി, സന്തോഷം, ഭജൻസ്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ആശ്രമം പണിയണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ആഗ്രഹമല്ല, അതെങ്ങനെയോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നു. ഞാനതിന് പറയുമ്പോൾ ആഗ്രഹമെന്ന് പറയുന്നു. പക്ഷെ അതും ആ അമ്മയ്ക്ക് കൊടുത്തു. നീ അങ്ങനെ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, എന്നിലൂടെ അതിവിടെ നടപ്പിലാകണം എന്ന് നീ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, നീ എന്നിലൂടെ നടത്തിക്കും. അതിന് വേണ്ട സ്ഥലവും അതിന് വേണ്ട ആൾക്കാരും
അതിന് വേണ്ട ഫണ്ടും ഉണ്ടെങ്കിൽ എത്തിക്കും, അന്ന് ഞാൻ അതിലിരിക്കാം. ഇല്ലേ എന്താ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നീ ഇച്ഛിച്ച് അതിവിടെ സംഭവ്യമാണെങ്കിൽ അത് സന്തോഷം. കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അറിവുകളും എല്ലാത്തിൻ്റെയും വാല്യൂ പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ എല്ലാവരും ഓരോ കൊല്ലത്തിൽ 6 മാസം കൂടുമ്പോഴും കൊല്ലത്തിലൊരിക്കലൊക്കെ എൻ്റെ എല്ലാ സ്റ്റുഡൻസും എൻ്റെ എല്ലാ പേഷ്യൻസും എൻ്റെ വീട്ടിൽ വരും, കളിക്കും, ചിരിക്കും, സന്തോഷിക്കും. ഒരു ഉത്സവം പോലെ ഞങ്ങൾ ആത്മീയത പഠിപ്പിക്കും, യാത്രകൾ ചെയ്യും, പാട്ടുപാടും, നൃത്തമാടും, എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഒരു ആശ്രമ അന്തരീക്ഷത്തിലാണെങ്കിൽ, ഇപ്പോൾ വീടാവുമ്പോൾ നമുക്കതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ ആവുമ്പോൾ അത് കുറേയും കൂടി നന്നാവും. ശാന്തമായ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഗുണം കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നന്നായി എന്നുണ്ട്. അത് അമ്മ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, പ്രകൃതി ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൽ എൻ്റെ ഒരു ശരീരത്തിൻ്റെ കർമ്മം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 100%. പരമാവധി പലപ്പോഴും പല ആളുകളും വിളിക്കും. അമ്മയുടെ ആ ഒരു ആഗ്രഹം ഞങ്ങൾക്കൊരുപാട്, കാരണം എന്നെ അറിയുന്നവരും ഇതിൽ വന്ന് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നവരായ ആളുകൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു, കാണുന്നു, അറിയണു, വരുന്നു. പക്ഷേ അമ്മ പറയും ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ മതി. അപ്പോൾ പലരും ചോദിക്കും, ഇതെന്താ ഈ സ്ഥലങ്ങളൊക്കെ എത്ര നല്ല സ്ഥലങ്ങളല്ലേ, ഇരുന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്ക് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അമ്മയ്ക്ക് പിടിക്കണ്ടേ. അപ്പോൾ അമ്മ പറയും ഇന്നടത്ത് വയ്ക്കുമെന്ന്, അവിടെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. അത്രേ ഉള്ളൂ. അത് പറയുന്നത് വരെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ അന്വേഷണങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ശരീരം കൊണ്ട് എടുക്കേണ്ടത് ഞാൻ ചെയ്യണമല്ലോ, അത് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകണം. ഭാവിയിൽ അങ്ങനെ ഒരു ഇതുള്ളൂ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ഈ അറിവ് ഈ ലോകത്തിലേക്ക്, അത് എന്നെ പല അമ്പലങ്ങളിലും പ്രഭാഷണത്തിന് വിളിക്കാറുണ്ട്, ഞാൻ പോവാറില്ല. എനിക്ക് സത്യം പറയണം, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. യഥാർത്ഥ സത്യത്തിലല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, പാത്രം അറിഞ്ഞ് വിളമ്പാം. ആർക്കാണോ ഏത് അറിവാണോ ഓരോരുത്തർക്കും വേണ്ടത്, ആ അറിവുള്ളവർ ആ അറിവിന് വേണ്ടി വരട്ടെ. അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കും, ഏതെങ്കിലും ചിലപ്പോൾ ക്ഷേത്ര മൈതാനത്തിലൊക്കെ വല്ല അവിടെ അമ്പലമൊക്കെ അടച്ച് എല്ലാവരും പോകുമ്പോൾ ആൽമരം തരുവും ചോദിക്കും. ആൽമരത്തിൻ്റെ മുറ്റം കിട്ടുമ്പോൾ എല്ലാവരും കൊണ്ടുപോയി ഇരുത്തും. സ്വസ്ഥമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കും, അതവർക്ക് പറഞ്ഞു കൊടുക്കും. അവർ പൂർണ്ണ തൃപ്തരായിട്ട് പോകും. അവർക്ക് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഞാനൊരു 10,000 പേർക്ക് ഒരു മൈക്കേ കൂടെ ഒരു അറിവ് പറഞ്ഞു, എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു കൊടുത്തു. 10,000 പേര് 10,000 രീതിയിലല്ലേ എടുക്കുക. അപ്പം അത് 5 പേര് ശരിക്കെടുക്കും, അല്ലെങ്കിൽ 10 പേര് ശരിക്കെടുക്കും. ബാക്കി ആ അറിവ് എന്തായി? അത് ഈ ലോകം മിസ്യൂസ് ചെയ്യപ്പെടും. അത് പാടില്ല. അപ്പോൾ ആവശ്യക്കാരന് എന്താണോ അയാളുടെ ആവശ്യം. എന്നെ കാണാൻ വരുന്നവർ പലരും ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയാവണം വേണം. ഓ ശരി, അതിന് ഇന്ന പോലെ ചെയ്യും, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യും. എനിക്ക് വേണ്ടത് ഭൗതികതയല്ല, എനിക്ക് ഈശ്വരനെ കുറിച്ച് അറിയണം, ഒരാത്മാന്വേഷിയാകണം. ഓ അതാണ്, അതിലെന്തറിയണം. അപ്പോൾ അവൻ്റെ അറിവുകൾ എത്രത്തോളം ഉണ്ട്, അവൻ്റെ കഴിവ്, അവന് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ആദ്യം അവനെ പിടിക്കും.
എന്നിട്ട് ഞാൻ അവന് കൊടുക്കും. അപ്പോൾ അവനതിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് അവൻ അതിൽ നിന്ന് ഉയരും. അപ്പോൾ എനിക്കറിയാം അടുത്ത ചോദ്യവുമായിട്ട് എന്നെ സമീപിക്കും. വരട്ടെ, അപ്പം അടുത്തത് കൊടുക്കും. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ ഒരിക്കലും ഞാൻ എന്നിൽ നിന്ന് വരുന്നൊരു വാക്ക് ഒരാൾക്ക് ഒരു അനാവശ്യമായി പോകരുത്, ഒരു ഉപകാരത്തിനല്ലാതെ പോകരുത്, അല്ലെങ്കിൽ ഒരാളുടെ നാശത്തിനായി ഭവിക്കരുത്. അതുകൊണ്ട് ഞാനൊരിക്കലും 1000 പേർക്ക് 10,000 പേർക്കൊന്നും എന്നെ വിളിച്ചാൽ പോലും ഞാൻ പോയി ഇതുവരെ ഞാൻ ടീച്ചിങ് കൊടുത്തിട്ടില്ല, കൊടുക്കാറില്ല, എനിക്കിഷ്ടവുമല്ല. ഇന്ന് ഇവിടെ കയറിയിരുന്ന കുട്ടികൾ പറയും, ഇവിടെ വാതിൽ ചാരിട്ടിട്ട് പുറത്തിരിക്കും ആളുകൾ, പേഷ്യൻസ് വന്നാൽ കുറച്ച് പേര് അകത്തിരിക്കും, കുറച്ച് പേര് പുറത്തിരിക്കുമ്പോൾ മാം അകത്തിരുന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പുറത്തിരിക്കുന്നവരെന്നോട് പറയും. അവരോട് പറയണ്ടല്ലോ ഞങ്ങളോട് പറയണത് എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളതിൽ സംതൃപ്തരല്ലേ? അതെ. അപ്പോൾ അവർക്ക് കൊടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് അധികമാണെന്ന് തോന്നിപ്പോകും, അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തലമാണ് നമ്മുടെ മുമ്പിൽ. അപ്പം അവർക്ക് അതിനുള്ളത് കൊടുത്തില്ലെങ്കിൽ ആ അറിവ് പോകും. അത് പിന്നെ അത് പറ്റില്ല. കൊടുക്കുന്ന വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അത് കിട്ടുന്ന ആൾക്ക് എന്നും നല്ലത് പറ്റും, അതൊരിക്കലും നശിക്കാനുള്ളതല്ല. അപ്പം അതിനുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പം അങ്ങനെ പറയുന്നൊരു സ്ഥലത്ത്, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയ്ക്ക് മാത്രമേ ഞാൻ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അനൂപേ ഞാൻ സത്യം പറയൂ കേട്ടോ, എനിക്കതല്ലാണ്ട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത്, എന്താണോ അങ്ങനെ വന്നോട്ടെ. എനിക്ക് ഇങ്ങനെ ലിമിറ്റേഷൻ അത് ഇതൊന്നും വെച്ചൊന്നും ഞാൻ ശ്രമിച്ചാലും വരില്ല. അത് എൻ്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ പറയുക ആൾ കേട്ടാ, അത് കേട്ടിരിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആണ്, പേടിക്കൊന്നും വേണ്ട, എന്നാൽ ശരി വന്നോട്ടെ. ഞാൻ ഇത് ഈ ഇങ്ങനത്തെ ഹീലിങ്ങിനെ പറ്റിയിട്ടൊക്കെ കേട്ട സമയങ്ങളിൽ ഞാൻ ഒരു റിസർച്ചിന് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഹീലിംഗ് പഠിച്ച സമയത്ത് എന്നെ ഹയർ കോഴ്സസിനൊക്കെ പ്രാണി ഹീലിംഗ് ഫൗണ്ടേഷനൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ ഇതെന്താണെന്നറിയാനാണ് ബേസിക് കോഴ്സിന് പോയത്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ, വെറുതെ ചുമ്മാ പോയി കേട്ടിരിക്കാം, ഇതാണ് സംഭവം, കഴിഞ്ഞു പോകുന്നു. അതിൽ ചെയ്യിപ്പിച്ച കാരണം അത് മാത്രം മറന്നില്ല. ചെയ്യിപ്പിക്കുന്ന പണിയുള്ളത് കൊണ്ട് അത് മാത്രമാണ് ഞാൻ വെറുതെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു നടപടി പ്രകാരം അടുത്ത കോഴ്സിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ശരി ഞാൻ വരാമെന്ന്. പക്ഷേ വരാമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം കിട്ടില്ല. ഒരാൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, എവിടേക്ക് പോകണം എന്ന് ചോദിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. അപ്പം ഞാൻ നാളെ പോകണം എന്ന് വിചാരിക്കും. ഭയങ്കര ഡിസ്റ്റർബൻസ്, ഉറക്കം കിട്ടണില്ല, ഭയങ്കര സംഘർഷം. അത് പോണ്ട എന്ന് വെച്ചാൽ മനസ്സ് ശാന്തമായി സ്വസ്ഥമായി. വലിയൊരു പാപം ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കിതിനൊന്നും യോഗയിലിരിക്കും. അപ്പോഴും എനിക്കിതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നാമം ജപിക്കാൻ പൂജാമുറിയിൽ കയറിയിരുന്ന് ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയും, എന്തിനാണ് ജപിക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജപിക്കുന്നതിൻ്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ആവശ്യമുണ്ടോ? അപ്പോൾ ശരിയാണ്, എനിക്കൊന്നുമില്ല, പിന്നെന്തിനാ പ്രാർത്ഥിക്കണം, ഇറങ്ങണം. പിന്നെ അവിടെ ഇരുന്നാൽ സ്വസ്ഥതയില്ല, കോൺസെൻട്രേഷൻ ഇല്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. എണീക്കണ വരെ എൻ്റെ ഉള്ളിലിങ്ങനെ അടിയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമാധാനമായി, മനസ്സ് ശാന്തമായി, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പ്രാർത്ഥിക്കാനിരിക്കാൻ പാടില്ല, ഒന്നിനും. മെഡിറ്റേഷൻ ചെയ്യാനിരുന്നാൽ എന്താണ് ആവശ്യം ഉടനെ ക്വസ്റ്റ്യൻ വന്നു. പിന്നെ കോൺസെൻട്രേഷൻ ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ഹീലിംഗ് ചെയ്യാനിരുന്നാൽ ഹീലിങ്ങിനൊക്കെ എടുക്കുന്നത് ഓർമ്മയുള്ളൂ. ഞാൻ ഹീലിംഗ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരും,
ഞാൻ കണ്ണ് തുറക്കും, ആ കഴിഞ്ഞു എന്ന് പറയും. അവരെനിക്ക് ഞാൻ എവിടെയായിരുന്നു അവർ പറയും എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എൻ്റെ മേലെ നിന്നൊരു രൂപം എഴുന്നേറ്റ് പോയി, ഞാൻ വെയ്റ്റ്ലെസ് ആയി, ഞാൻ ഊഞ്ഞാലിലാടുന്ന പോലെയായിരുന്നു, മഹാവിഷ്ണുവിനെ കണ്ടു, വൈകുണ്ഠം കണ്ടു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ ഒറ്റ സിറ്റിംഗ് കൊണ്ട് അവർ വന്ന പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ടാവും. വെള്ളയാനി, തിരുവനന്തപുരത്ത് വെള്ളയാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ ചെന്ന് ചോദിച്ചു, സാർ ഞാൻ പച്ചക്കറിയിലെ വിഷാംശത്തിന് കളയാൻ ഒരു റിസർച്ച് എനിക്ക് അതിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് പെസ്റ്റിസൈഡ് ഉപയോഗിച്ചിട്ടാണ്? ഞാൻ പറഞ്ഞു, ഞാനൊന്നും കൊടുന്നിട്ടില്ല പെസ്റ്റിസൈഡൊന്നും, ഭഗവാന്റെ ചൈതന്യം. അപ്പോൾ ആളിനോട് ചോദിച്ചു, ഓ ഈ പണി 10,000-7,000 രൂപ ചിലവ് വരുന്നൊരു സംഭവമാണ്, വെറുതെ ഈ പൈസ കളയണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല പൈസ പൊക്കോട്ടെ, എനിക്കൊരു റിസർച്ച് ചെയ്യണമെന്നുണ്ട്, വെറുതെ ഒരു റിസർച്ച് ചെയ്യാം. കാരണം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോണത്. അപ്പം എനിക്കൊരിക്കലും ഈ ദൈവികതയൊന്നും തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നൊരു തോന്നൽ. അപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, ചാള മാർക്കറ്റോ എന്തോ, അവിടെ പോയിട്ട് അവിടെയാണ് കറിവേപ്പില മേടിച്ചു കൊടുന്ന് ചെയ്യാൻ പറഞ്ഞു. ശരി, അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് 1 കിലോ കറിവേപ്പില കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ പകുതിയാക്കി. എന്നിട്ട് 1/2 കിലോ കറിവേപ്പില അങ്ങനെ തന്നെ അരച്ച് പേസ്റ്റാക്കി അവർ ലാബിന് ടെസ്റ്റിന് കയറ്റി. അടുത്ത 1/2 കിലോ ഞാൻ പ്രോസസ്സ് ചെയ്തു അവരുടെ മുമ്പിലിരുന്ന് 10 മിനിറ്റ് നേരം. അപ്പം തന്നെ അതും അരച്ച് പേസ്റ്റാക്കി അവർ ലാബിൽ ടെസ്റ്റിന് കയറ്റി. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുള്ളൂ. പൊക്കോളോ പറഞ്ഞു. അങ്ങനെ പോകുന്നു. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നു. പ്രൊഫനോഫോസ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള നമ്മുടെ തലച്ചോറിലെ നാഡികളെ തളർത്തുന്ന ആ ഒരു ഇത് എത്രയും അങ്ങോട്ട് പോയിൻ്റ് 23 പോയിൻ്റ് എത്രയോ അങ്ങോട്ടിൽ നിന്ന് 16 പോയിൻ്റായിട്ട് മാറി. അതിൻ്റെ ആ ഒരു മാരകമായ സൈഡ് കുറഞ്ഞു. വളരെ കുറച്ച് സമയം കൊണ്ട്, വെറും 10 മിനിറ്റത്തെ സമയം കൊണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാണ് അത്. എങ്ങനെയുള്ള പ്രാർത്ഥന? ഒരു ഇന്നത് വേണം, ഇന്നതുപോലെ കിട്ടണം എന്ന ഉദ്ദേശങ്ങളില്ലാത്ത പ്രാർത്ഥന. എനിക്ക് ഫലം ഇങ്ങനെ ആവണം എന്ന പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാത്ത പ്രാർത്ഥനയുടെ ഫലമാണ് കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എനിക്കൊരാവശ്യമുണ്ട് അല്ലേ, അതാണ് നമുക്ക്. ആവശ്യങ്ങളില്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രാർത്ഥന പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണം? ഒന്നുമില്ല. എന്താണോ വരുന്നത് അത് ഉൾക്കൊള്ളുക, അത്ര തന്നെ. പിന്നെ അവിടെ വേറെ ഒന്നുമില്ല, പറച്ചിലുകളൊന്നുമില്ല. അപ്പോൾ അതാണ് അങ്ങനൊരു റിസർച്ച് ചെയ്തിട്ടുള്ള എൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ ഇരിക്കുന്നത്. ഇത്രയും നേരം സംസാരിച്ചിരുന്നത് നമ്മുടെ ആ ഡിവൈൻ ഫ്ലോയെ കുറിച്ചാണ്. ആ ഒഴുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ആ ഒഴുക്കാണ്. എന്നാൽ ഒരു വ്യക്തി അമ്മയുടെ മുന്നിൽ വരുമ്പോൾ ഭൗതികതയിൽ ആണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെയായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഈ ഒഴുക്കിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ അമ്മയ്ക്കും അത് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും? നല്ലൊരു ചോദ്യം. അത് മനസ്സിലാക്കും. ഒരു ഹൃദയത്തെ അറിഞ്ഞ് ഹൃദയം കൊണ്ട് കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ. പിന്നെ കൊടുക്കുന്ന ആൾ ഞാനല്ലല്ലോ,
എൻ്റെ ഈ ശരീരത്തിൽ അതിൽ ഒരു പാർട്ടും ഇല്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ ആ വേദനയുള്ളവരാണല്ലോ കാണാൻ വരിക. അവരുടെ വേദന ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ എന്നെ കാണാൻ വരുന്നവരൊന്നും വെറുതെ എത്തപ്പെടുന്നവരല്ല, വെറുതെ പോയപ്പോൾ കയറി അങ്ങനെയൊന്നും പറയുന്നവരല്ല. എന്നെക്കുറിച്ച് അറിഞ്ഞ് അവിടെ ചെന്നാൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ വന്ന് ഇവിടെ കയറിയിരിക്കുന്നതോടെ, ഈ റൂമിനകത്ത് കയറിയിരിക്കുന്നതോടെ അവർ മാറും. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്നോട് പറയും, ഞാനെല്ലാം കേട്ടിരിക്കും. ഞാൻ അതിനനുസരിച്ച് അവർക്കതിനെ എൻ്റെ ഉള്ളിലൂടെ ഒരു ആൻസർ അവർക്ക് ചെല്ലും. അതവർക്ക് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ, അഡ്മിറ്റ് ചെയ്യും. അത് കേൾക്കുന്നതോടെ അവർ ഹൈലി റിലാക്സ്ഡ് ആവും, ഹാപ്പി ആവും. എത്രയോ വഴക്കായി വരുന്ന ദമ്പതിമാർ ഇവിടെ കയറിയിരുന്ന് ചിരിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ച് പാട്ടുപാടി വന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വാക്കിനതീതമാണെന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. നമുക്കറിയാം, പക്ഷെ അത് ഈ ലോകത്തിന് എത്രമാത്രം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അത് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അത് അനുഭവം കൊണ്ട്. ഇവിടെ വരുന്നവരുടെ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്നു പോകുന്ന ആളുകളുടെ അനുഭവങ്ങളാണ്. അവർക്കാണ് എന്നേക്കാളും കൂടുതൽ അത് പറയാൻ കഴിയുന്നത്. ശരിക്കും അതാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവിടെ റൂമിൽ സൂചിയില്ലാത്തൊരു ക്ലോക്ക് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമയത്തിനപ്പുറം അല്ലെങ്കിൽ കാലത്തിനപ്പുറം, അതാണ് ഇവിടുത്തെ പഠന വിഷയം. അപ്പോൾ അതിലേക്കാണ് ഓരോരുത്തരെയും പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത്. നമ്മളിരിക്കുന്നത് അതിലാണ്, അതുകൊണ്ട് അതങ്ങനെ വെച്ചു. കുറച്ചും കൂടി ഒന്ന് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? അത് വിശദമാക്കാന്ന് പറഞ്ഞാൽ ഈ കാലത്തിനപ്പുറത്തുള്ള സത്യങ്ങൾ വെളിവാക്കിയാൽ അത് വെളിവാക്കേണ്ട വളരെ കുറച്ച് ആളുകളിലേക്ക്, അതിന് നിയോഗിക്കപ്പെട്ട ആത്മാക്കളിലേക്ക് മാത്രമാണത് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണത് ഉള്ളത്. അതിൻ്റെ ഒരു ചെറിയ വശം ഞാൻ പറയാം. അത് പറഞ്ഞാലും എത്ര കണ്ടത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കാലത്തിനപ്പുറം അല്ലെങ്കിൽ സമയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ സാധാരണ ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് സമയത്തിനനുസരിച്ചാണ്. ഇന്ന് ഇത്ര സമയമായി, ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ, ഇന്നത് ചെയ്യണ്ടേ, ഇന്നതാണല്ലോ ഇനി അടുത്തത് അല്ലേ. എന്നെ സംബന്ധിച്ച് ഇന്ന് ഉണർന്നു, കണ്ണ് തുറന്നു, ഇന്ന് എനിക്കിനി തന്നൂലേ, അപ്പോൾ ഇനി എന്താണ് നീ തരുന്നത്, അതിലേക്ക് യാത്ര ചെയ്യും. ഇന്ന ദിവസം ഇന്നതല്ലേ ചെയ്യണ്ടേ എന്ന നിയമം എനിക്കില്ല. എഴുന്നേറ്റ് വന്ന് എന്താണോ എൻ്റെ മുന്നിലോട്ട് വരപ്പെടുന്നത് അതിലൂടെ സഞ്ചരിക്കാം. ചിലത് ചോദിക്കുമ്പോൾ അതിനുത്തരം 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ചിലത് അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും, ചിലത് അടുത്ത നിമിഷം അറിയും. അതുവരെ കാത്തിരിക്കാനൊരു മനസ്സ്, ഇതാണ് കാലത്തിനപ്പുറം. ആ ഒരു മനസ്സും ആ ഒരു ക്ഷമയും ഇന്ന് മനുഷ്യനുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാം, അവർ സമയത്തിൽ ജീവിക്കുന്നത്, കാലത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ നിൽക്കുന്നത്. നമുക്കതില്ല. നമ്മൾ അടുത്ത കൊല്ലമായാലും അടുത്ത ജന്മമായാലും തന്നില്ലേലും ഒരു പരാതിയുമില്ല. എന്താണോ അങ്ങനെ, അതാണ് സന്തോഷം. അപ്പോൾ അത് പരിമിതികൾക്കപ്പുറത്തായി എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ക്ലോക്കിലൊരു സൂചി വേണ്ട എന്ന് തോന്നി. അപ്പം അത് മാറ്റി. അതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ലേ ആളുകൾക്ക്? എങ്ങനെ മനസ്സിലാവും? ഇല്ല. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ അങ്ങനത്തെ
അറിവിലേക്ക് വളർന്നു വരുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിനെ അറിയണം എന്ന് തോന്നിയാൽ വരൂ, പറഞ്ഞു തരാം. ചില ആളുകൾ ആഗ്രഹങ്ങളിലാണ് ആൾക്കാർ നിൽക്കുക. കാരണം ആഗ്രഹമില്ലെങ്കിൽ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ മനുഷ്യന്. ഭൂമിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരാഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട്, ആഗ്രഹങ്ങളിലൂടെ ജീവിപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങളെ എങ്ങനെ വിട്ടുകൊടുക്കാം ഈശ്വരന് എന്നാണ് പഠിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മോഹങ്ങളിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് മോഹങ്ങളെ ഇല്ലാതെ ജീവിക്കലല്ല, മോഹങ്ങളെ വിട്ടുകൊടുക്കാൻ കഴിയുന്നതാണ്. മോഹങ്ങളെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുകയാണ് മോഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഭൂമി എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? നമ്മളിൽ വരുന്ന നമ്മുടെ വാസനകൾക്കനുസരിച്ച് വരുന്ന കാര്യങ്ങളിലൂടെ അനുഭവിച്ച് പൂർണ്ണതയെ, ആ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി വരുന്നതാണ്. ശരീരത്തിൻ്റെ വാസനകളെ ഇല്ലാതാക്കാൻ വന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ എന്ന് വെച്ച് ആഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങുകയോ ആഗ്രഹങ്ങളിൽ നിന്ന് ജീവിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആഗ്രഹങ്ങൾ വന്നോട്ടെ, ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആഗ്രഹങ്ങളെ ഈശ്വരനോട് അല്ലെങ്കിൽ പ്രകൃതിയോട് പറയണം, ഭഗവാനെ ദാ എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. എന്നിരുന്നാലും ആഗ്രഹം നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. അവിടെയും നിഷ്കളങ്കത പാലിക്കണം. നമുക്കറിയോ? ഇല്ല, എനിക്ക് എൻജിനീയർ ആവണം മേഡം, എന്നെ എൻജിനീയർ ആവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് വന്ന് പറയും. ഞാൻ ചോദിക്കേ, നീ എൻജിനീയർ ആയി കഴിഞ്ഞാൽ നീ സന്തോഷിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ എൻജിനീയർ ആയിക്കഴിഞ്ഞാലാണ് നീ ചിലപ്പോൾ ഇടുന്ന കരയുക. അപ്പോൾ ആ ഒരു പൊസിഷൻ, ആ ഒരു അവസ്ഥ നിനക്ക് സന്തോഷം ഉള്ളതാണെങ്കിൽ പോരെ അത് എന്ന് ചോദിക്കും. ആ തീർച്ചയായിട്ടും അതുണ്ടാവില്ലേ? അതെന്തുറപ്പാണല്ലേ? നമുക്ക് ഒരുറപ്പില്ല. അപ്പോൾ എനിക്ക് നല്ലത് എന്താണോ അത് തരിക, അല്ലേ വേണ്ട, അതല്ലേ വേണ്ടത്. അപ്പം അതെന്താണോ നല്ലത്, എന്താണോ ചീത്ത എന്ന് നമുക്കറിയോ? ഇല്ല. അപ്പം നമ്മളവിടെ ഒന്നും അറിയില്ല. നിഷ്കളങ്കത, ആ നിഷ്കളങ്കതയോടെ പ്രപഞ്ചമാകുന്ന മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് പറയാം, എനിക്കിത് ആഗ്രഹമുണ്ട്, ഞാൻ എല്ലാം അങ്ങോട്ട് വിട്ടുതരുന്നു, എന്താണോ നിൻ്റെ ഇച്ഛ അത് നടപ്പിലാവട്ടെ. എല്ലാം അറിയുന്നവൻ തരുന്നതല്ലേ നല്ലത്? ഒന്നും അറിയാത്ത നമ്മൾ തീരുമാനിക്കുന്നതാണോ ശരി? അല്ല. അപ്പോൾ അത് പഠിപ്പിക്കും. ആ ഒരു പോയിൻ്റ് വന്നിരിക്കുന്ന പേഷ്യൻറ്റിനോട് പറയുമ്പോൾ, ഇന്നത്തെ എൻജിനീയറിങ്ങിന് വരെ പോകുന്ന കുട്ടികൾ ഈ ഒരു പോയിൻ്റ് പറയുമ്പോൾ പിന്നെ ഒന്നും മറുത്ത് പറയില്ല. ശരിയാണ് മാഡം, അപ്പം മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും. സത്യമാണ്. ഇതൊക്കെ ഇപ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മൾ വിചാരിച്ചത് നമ്മൾ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നതാണ്. ശരിയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു തലം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ് അതിലേക്ക് അവർ ഫോക്കസ് ചെയ്യും. അങ്ങനെ അവരത് ചെയ്യും, അവരതിൽ സന്തോഷം കണ്ടെത്തും. അപ്പോൾ ഞാൻ പറയും, നിനക്കിപ്പോൾ പഠിക്കാൻ തോന്നുന്നത് അതാണെങ്കിൽ നീ പഠിച്ചു. അതുകൊണ്ട് നീ എൻജിനീയർ ആവണമെന്നില്ലല്ലോ. പഠിച്ചോ, നീ മുന്നോട്ട് പോകൂ, നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതിൽ കൂടെ നീ യാത്ര ചെയ്യൂ. അത് നീ ഏത് വിഷയം എടുത്ത് പഠിച്ചാലും നിനക്ക് എത്തേണ്ടടുത്ത് നീ എത്തുള്ളൂ. അപ്പോൾ നീ ആ പഠിച്ചോടത്തുനിന്ന് ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് വേറെ വഴിയിലേക്ക് ചാടി അവിടെ നിന്ന് നീ എത്തേണ്ട സ്ഥലത്ത് നീ എത്തും. എല്ലാവർക്കും ഒരു കസാരയുണ്ട്, സമയമാകുമ്പോൾ അതിലിരിക്കും. ഒന്നിനും വേണ്ടി ആവലാതി കൊള്ളണ്ട, ഒരു വിഷമവുമില്ല. കർമ്മം ചെയ്യാം, ഫലേച്ഛയില്ലാണ്ട്. ഫലത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഞാനിത് പഠിച്ചാൽ ഇത് കിട്ടുമോ എന്നാലോചിച്ച് പഠിക്കാൻ പോകരുത്. പഠിക്കുമ്പോൾ പഠിക്കുക മാത്രം. എനിക്കെന്താണോ നല്ലത്, എനിക്ക് എത്തേണ്ടത് എവിടെയാണോ, ഞാൻ ഇരിക്കേണ്ടത് എവിടെയാണോ അവിടെ ഞാൻ എത്തും, അവിടെ ഞാൻ ഇരിക്കും. എൻ്റെ അമ്മ, എൻ്റെ പ്രകൃതിക്ക് മുമ്പിൽ ഞാൻ സത്യസന്ധമായി നിൽക്കാം. ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ ചിന്ത, ശുദ്ധമായ കർമ്മം, അതാണ് നിഷ്കളങ്കത. അതിൽ നിൽക്കുക. സത്യം ശരിക്കതാണ്. ഒന്നും അറിയില്ല, ഒന്നുമില്ലായ്മയാണ് ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ ജ്ഞാനം. ആ അനന്തത അമ്മ. ഇപ്പം
പൊതുവെ കണ്ടുവരുന്നത് എല്ലാവരും ഈ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, അതായത് യുക്തി ചിന്തയാണ് കൂടുതലും എല്ലാവരിലും ഉള്ളത്. സംശയദൃഷ്ടിയോടെയോ അല്ലെങ്കിൽ അതിനെ ബുദ്ധി വെച്ച് അളന്നൊക്കെയാണ് ഓരോ കാര്യത്തെയും ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു യുക്തിചിന്ത ആ ഒരു ഡിവൈൻ ഫ്ലോയ്ക്ക് തടസ്സമാണോ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളാവില്ലേ എന്ന്. പക്ഷേ നമ്മൾ ഒരു ചിന്തയും എടുക്കണ്ട. നമ്മൾ ആ ഡിവൈൻ ഫ്ലോയ്ക്ക് അനുസരിച്ച് നിന്നു കൊടുത്താൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മനോഹരമായി അത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ പുറത്ത് കടക്കുകയും വളരെ ലാഘവത്തോടും ശാന്തിയോടും സന്തോഷത്തോടും കൂടി നമ്മളിവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധി ഉപയോഗിക്കും തോറും സമ്മർദ്ദങ്ങൾ കൂടും. അപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളായി, ജയമായി, തോൽവിയായി, സങ്കടങ്ങളായി, സന്തോഷങ്ങളായി. ഇത് സങ്കടങ്ങളുമില്ല സന്തോഷങ്ങളുമില്ല, എന്നും ഒരേ അവസ്ഥ, എല്ലാം ഒന്നായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എല്ലായിടത്തും ആ നിഷ്കളങ്കതയിൽ നിന്നാൽ മതി. ബുദ്ധി എടുക്കണ്ട. ബുദ്ധി എടുക്കാതെ ജീവിതത്തിൽ, ഒരു സാധാരണ ജീവിതത്തിൽ വരുന്ന ഫ്ലോയ്ക്ക് വിട്ട് എന്ത് വരുമ്പോഴും, ഒരു ജീവിതത്തിൽ എന്തൊക്കെ വരും, അപ്പോൾ ആ ജീവിതത്തിൽ എന്ത് വരുമ്പോഴും ബുദ്ധി എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന്. അപ്പം ഞാൻ ബുദ്ധിയോട് പറയും, ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. എന്താണോ അവിടുത്തെ ഇച്ഛ, അല്ലെങ്കിൽ ആ അമ്മയുടെ ആ ഡിവൈൻ ഫ്ലോ ഏതിലേക്കാണോ പോകപ്പെടുന്നത്, അതിലേക്ക് എങ്ങനെയാണോ പോകപ്പെടുന്നത് അങ്ങനെ പോകുമാറാകട്ടെ, അത് ഞാൻ നോക്കുള്ളൂ, എന്നിട്ട് അതിലൂടെ യാത്ര ചെയ്യുള്ളൂ. അങ്ങനെ ആണ് എൻ്റെ ജീവിതം ഉടനീളം സഞ്ചരിച്ചു വന്നത് ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു സാധാരണക്കാരനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എന്നെക്കാളും അധികം സ്നേഹിച്ചത് ആ അമ്മയെയാണ്. അതായത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ യഥാർത്ഥ സത്തയെ, ഞാനെന്ന യഥാർത്ഥ സത്യത്തെ. ഞാനെന്ന് പറയുന്ന ഈ ഞാൻ എന്ന് സൂചിപ്പിക്കുന്നത് ശരീരത്തിനെയല്ല. ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യത്തെ, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ, അല്ലെങ്കിൽ ആ പരാശക്തിയായ അമ്മയെയാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. എൻ്റെ ഈ ശരീരത്തിനെ അല്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ പ്രകൃതിയുമായി സംവാദിക്കാൻ കഴിയുള്ളൂ, പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് കഴിയില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാം ആനന്ദമായി, പിന്നെ ഒന്നുമില്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈഗോയിൽ നിന്നാണ് പ്രവർത്തനം. അവിടെ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. ആൻസൈറ്റിയും നാളേക്കുള്ള കരുതലും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അവൻ ആ സത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. പക്ഷെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ എല്ലാം കിട്ടും, എല്ലാം കൊടുന്നു തരും. എന്നോട് ഇവിടെ പൊതുവേ എല്ലാവരും ഡോക്ടർ എന്നൊക്കെ വിളിക്കും. കാരണം ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ച് ഭംഗിയാക്കാണല്ലോ. അപ്പോൾ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് കുറേ ഇൻഷുറൻസ് എന്നൊക്കെ ആളുകൾ വരും, സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ പറയും, ഓരോ സെക്കൻഡിലും സേവിങ്സ് ഡെപ്പോസിറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിലോട്ട്. നാളെ അതെന്നെ സംരക്ഷിക്കും. ഒരു ബാങ്കിൽ എനിക്ക് ഇടേണ്ട കാര്യമില്ല. ഇൻഷുറൻസ് ചേർത്താൻ വന്നവരെ സ്പിരിച്വലാക്കി വിടും. അതാണ് ചെയ്യാറ്. കാരണം സത്യമാണ്, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനത് മനസ്സിലാക്കി ഈ പ്രകൃതിക്ക് കൊടുത്തതാണ്
ഇന്ന് ഞാനിരിക്കുന്ന ഈ സ്ഥാനം എനിക്ക് പ്രകൃതി എല്ലാം തരുന്നു. എൻ്റെ കയ്യിലൊന്നുമില്ല, വിദ്യാഭ്യാസമില്ല, അറിവില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, സംസാരിക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾക്കാർ, മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ അമേരിക്കയിൽ നിന്ന് ആളുകൾ വന്നു, എനിക്കൊന്നും പറയാനറിയില്ല, പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചു. നന്നായി പറയാനറിയുന്ന എൻ്റെ കുട്ടികൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും മനസ്സിലായില്ല എന്ന്. ഒന്നും പറയാനറിയാത്ത ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കെല്ലാം കൃത്യമായി മനസ്സിലായിരുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് എവിടേക്കോ അതെത്തി, അവർക്കതിൽ ചേഞ്ച് ആവാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഷയും ഒന്നും വിഷയമല്ല, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയാൽ മതി. ഇപ്പോൾ എനിക്ക് പ്രകൃതിയുമായിട്ട് സംസാരിക്കാനാണ് സുഖം, എനിക്ക് വേഗം അത് മനസ്സിലാവും. മനുഷ്യന്മാരെനിക്ക് മനസ്സിലാവാറില്ല, മനുഷ്യനെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബുദ്ധിമുട്ടാണെന്നായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെയും ബുദ്ധിമുട്ടില്ല, കാരണം അതും എന്നെ ഏൽക്കാറില്ല. കാരണം ഒരു മനുഷ്യനിൽ ഞാൻ ജീവിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കത് അവരെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ കയറാത്തത് കൊണ്ടാണോ എനിക്ക് ഒരു ഭാവവും മാറില്ല. അങ്ങനെ തന്നെയാണ്, അതാണ് സത്യം. ജി, പ്രകൃതിക്ക് സ്വയമേവ ഒരു ഹീലിംഗ് പവർ ഉണ്ടല്ലോ. അതെ, ഹീൽ ചെയ്യാൻ സാധിക്കും അതിനെ. എന്നാൽ എന്തുകൊണ്ട് ഈശ്വരൻ ഹീലിങ്ങിന് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ചൂസ് ചെയ്യുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഓരോ നിയോഗമാണത്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ എന്ന് പറയുന്ന ഈ സൂപ്പർ നാച്ചുറൽ പവർ ആണ് സർവ്വതിലും, ഈ സർവ്വ സൃഷ്ടിയിലും, മനുഷ്യരിലും മൃഗങ്ങളിലും കിളികളിലും പൂക്കളിലും ചെടിയിലും പുഴുവിലും അണുവിലുമൊക്കെ ആ ഹീലിംഗ് പവറുള്ള ആളുകൾ തന്നെയല്ലേ നമ്മളെല്ലാവരും. എന്തുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ നമ്മളുടെ സത്ത അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ സത്യത്തിനെ നമ്മളറിയാതെ പോയി. ആ സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ആ ഹീലിംഗ് എനർജിക്ക് ആ ഒരു കോൺഷ്യസ് ഉണ്ടായിട്ട് കാര്യമില്ല. എടുക്കുന്ന നമ്മളും കൂടി ആ സത്യത്തെ അറിയണം, അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സത്യം എന്താണെന്നും അത് ഇതാണെന്നും അതിനെ ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് സത്യം പഠിപ്പിക്കാൻ, പറഞ്ഞു കൊടുക്കാൻ കുറേ ആളുകൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു. അവരൊക്കെയാണ് നമ്മൾ ഗുരുക്കന്മാർ, ആചാര്യന്മാരെന്നൊക്കെ പറയുന്നത്. അവരിലൂടെ ഈ സത്യം എപ്പോഴും ഭൗതികത എന്ന് പറഞ്ഞാൽ രൂപമുള്ളതാണ്. രൂപമുള്ള ഒരു ലോകത്ത് രൂപത്തിൽ നിന്ന് വേണം രൂപമില്ലായ്മയ്ക്ക് പ്രവർത്തിക്കാൻ. എന്നാലേ രൂപത്തിലിരിക്കുന്ന മനുഷ്യന് മനസ്സിലാവുള്ളൂ, അതിനെ അറിയാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രൂപത്തെ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്, ആർക്കും സ്വയമേവ അത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പം അത് പറഞ്ഞു കൊടുക്കാൻ, ഉണർത്തിക്കൊടുക്കാൻ ഒരാൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ശക്തി അവരിലൂടെ മറ്റുള്ളവരിൽ അത് പ്രവർത്തിച്ച്, മറ്റുള്ളവരിലേക്ക് പ്രവർത്തിച്ച് അതിനെ ഉണർത്തി അറിവ് കൊടുത്ത് ഭംഗി. അതുകൊണ്ടാണ് ഒരു ഈശ്വരൻ ഒരിക്കലും രൂപമോ ഒന്നുമില്ലാത്ത നിർഗുണ പരബ്രഹ്മമാണത്, അല്ലേ? ഒന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എങ്ങനെ, അവിടെയാണ് എങ്ങനെ എടുക്കാം എന്നുള്ളത് ആർക്കും അറിയില്ല. എടുക്കേണ്ട രീതിക്കനുസരിച്ച് എടുത്താൽ അതുപോലെ കിട്ടും. ആ എടുക്കേണ്ട രീതി ശരിയായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ രീതി അത് പഠിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പം നമുക്ക് ഇന്നും ഓരോ ഗുരുക്കന്മാരുണ്ടല്ലോ. കുട്ടിക്കാലം മുതലേ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഓരോ ക്ലാസ്സിലേക്ക് അറിവ് തരാൻ ഓരോ ഗുരു വരുന്ന പോലെ ഈ സത്യത്തിനെ പഠിപ്പിക്കാൻ ഒരു ഗുരു വേണം. ആ സത്യത്തിനെ പഠിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ മൃഗങ്ങളെയൊക്കെ നോക്കി തന്നെ അറിയാം. അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുകയാണ്.
ചിലപ്പോൾ അത് അവരാ ബീയിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ അവർ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും. ചിന്തിക്കില്ലല്ലോ, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലല്ലോ. അതുകൊണ്ട് അവരെന്താണോ വരുന്നത് അതിലൂടെ അവരുടെ സ്വതസിദ്ധമായ രീതിയിൽ അവരങ്ങനെ പോകുന്നു. മനുഷ്യൻ അങ്ങനെയല്ലല്ലോ, അവൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയാണല്ലോ, അതുകൊണ്ട് കഷ്ടപ്പെടുന്നത്, അത്രയേ ഉള്ളൂ. നമ്മൾ ജനിക്കുന്നത് തന്നെ നമ്മുടെ ഒരു കർമ്മഫലം ആണ്. അപ്പം കർമ്മപ്രാരബ്ധം കൊണ്ട് തന്നെയാണ് നമ്മൾ ജനിക്കുന്നത്. കർമ്മപ്രാരബ്ധം കൊണ്ടാണ് ഓരോരുത്തർക്കും അസുഖം വരുന്നത്. അതെ. അപ്പം നമ്മൾ ഹീല് ചെയ്ത് അതിനെ മാറ്റുക അല്ലെങ്കിൽ ആ കർമ്മപ്രാരബ്ധം കുറയ്ക്കുമ്പോൾ അത് ശരിക്കും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായും വിരുദ്ധമാണ്. പക്ഷേ ഞാനിവിടെ ആരുടെയും ചികിത്സിച്ച് മാറ്റുന്നില്ല. ഞാൻ ഈ ഹീലിംഗ് പഠിച്ച് ഇതിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി പല സമയത്തും ഞാനിതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അന്നും ഇന്നും എനിക്ക് കടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രവുമല്ല, ഞാനിവിടെ വരുന്ന ആളുകൾക്ക് ശരിയാവാം, ശരിയാവാതിരിക്കാം, എനിക്കൊന്നും അറിയണ്ട. എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന ഒരു പ്രശ്നം പറയുമ്പോൾ ഞാൻ ഈശ്വരനോട് പറയുന്നത് ഈ പ്രശ്നമായതും ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളായതും അയാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും ഇവിടെ ഇരുന്ന് ഉത്തരം പറയുന്നതും നീയാണ്. ഇതിൽ എനിക്കൊരു കർമ്മം എന്താണെന്ന് വെച്ചാൽ, നീ എന്താണ് അവരുടെ കർമ്മയ്ക്കനുസരിച്ച് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കടപ്പിക്കോ, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഒന്നും ഇതിലില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തിനാണെങ്കിൽ എന്നോട് പറയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഇവരെ കൊടുക്കുക, ഇതാണ് എൻ്റെ പണി. അപ്പോൾ ഞാനത് ചെയ്യുന്നു. എനിക്കിതിൽ വേറെ ഒന്നുമില്ല. അവരത് മാറുന്നു, അവരത് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റും ഡെബിറ്റും എനിക്കില്ല. നന്നാവാം, ചിലപ്പോൾ നന്നാവാതിരിക്കാം. അത് ഞാൻ അന്വേഷിക്കാറുമില്ല, അറിയാറുമില്ല, എനിക്കറിയേണ്ട കാര്യവുമില്ല. എന്ത് വന്നാലും അത് അവരുടെ കർമ്മം. കർമ്മയ്ക്കനുസരിച്ച് എന്താണോ മൂവ് ചെയ്യേണ്ടത് അത് മൂവ് ചെയ്യുന്നു. ആ കർമ്മയിൽ, അയാളുടെ കർമ്മയിലാണല്ലോ ഇവർ ജനിച്ചു വരുന്നത്. ആ കർമ്മയിൽ ഒരു പാർട്ട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരണമെന്നും ഈ ഒരു ഹീലിങ്ങിലൂടെ ഇങ്ങനെ കടന്നു പോകണം. അതിനു വേണ്ടി വരുന്നു, അത് കഴിയുന്നു, പോകുന്നു. ഇതിൽ എൻ്റെ പാർട്ടില്ല. എനിക്കൊരു പാർട്ട് ഉണ്ടെങ്കിലാണല്ലോ എനിക്കതിൽ എന്തെങ്കിലും. അതുകൊണ്ടാണ് 29 വർഷമായിട്ടും ഇന്നും ഞാൻ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഫലം എനിക്ക് വിഷയമല്ല. എൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടോ? ഞാനിവിടെ ക്രിസ്റ്റൽ കാർഡുമായിട്ടൊക്കെ ഇരിക്കുന്നത് ആൾക്കാർ കാണും. പക്ഷേ ക്രിസ്റ്റൽ കാർഡുമായിട്ട് ഇരിക്കുന്നത് ആളുകൾ കാണുമെന്നേ ഉള്ളൂ. എൻ്റെ ക്രിസ്റ്റൽ കാർഡല്ല പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സറണ്ടറിങ്. എനിക്കൊന്നും അറിയില്ല, നീ ഇങ്ങോട്ട് വിട്ടു, നിൻ്റെ ഭംഗി, നിൻ്റെ മാധുര്യം പറഞ്ഞു കൊടുത്തു, ഇനി നീ അത് അനുഭവിപ്പിക്കണമെങ്കിൽ അനുഭവിപ്പിച്ചു കൊള്ളുക. വരുന്നവരോട് ആ ശക്തിയെപ്പറ്റി പറഞ്ഞു കൊടുക്കും. എന്താണ് നിങ്ങളുടെ അസുഖം? നിങ്ങളുടെ കർമ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടിയിരിക്കുന്നു. നിങ്ങളിനി കർമ്മയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല. എൻ്റെ കർമ്മയല്ലേ എന്നും വിചാരിച്ച് നിങ്ങൾ ജീവിക്കണമെന്നുമില്ല. എന്തോ സംഭവിക്കപ്പെട്ടു, സംഭവിച്ചു, ഇനി അതിൽ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോൺസിക്വൻസ് കുറയ്ക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഇതെല്ലാം എന്തോ ഒരു നല്ലതിന് വേണ്ടി എന്നിലേക്ക് വന്നു എന്ന് ചിന്തിക്കാം. ഇതിൽ നിന്ന് ഞാൻ ചിലത് മാറാനും പഠിക്കാനും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിലൂടെ സഞ്ചരിക്കുക. അതിനുള്ള ശക്തി ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ പിന്നിലുള്ള സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടെ അവർ ശാന്തരാകും. അവർ വന്ന തലമൊക്കെ മാറും അവരുടെ. അതവരെ മനസ്സിലാക്കിച്ചു കൊടുത്ത് അവിടെ ഈശ്വരൻ്റെ കർമ്മവും മനുഷ്യൻ്റെ കർമ്മവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവരെ ഹീലിങ്ങിന് കിടത്തും. എന്നിട്ട് ഞാൻ പറയും, നീ എന്നിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളത് കഴിഞ്ഞു, ഇനി എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിച്ചോളൂ, എനിക്കറിയില്ല, ഞാൻ എന്നെയും അവരെയും ഒക്കെ നിൻ്റെ പാദത്തിൽ വിട്ടു എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും. ഹീലിംഗും ഉണ്ടാവില്ല, ഇവിടെ ഒന്നിനും ഞാനുണ്ടാവില്ല.
ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുറി ഒരു രോഗി കിടക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ. കണ്ണ് തുറന്നോളാൻ പറയും, എണീറ്റോളാൻ പറയും. അപ്പോൾ അവർ വന്ന് പറയും അവർക്ക് മാറ്റങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ അവർ പറയും. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിക്കും, അതിൽ കേൾക്കുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. കാരണം എനിക്കറിയാം അതിൻ്റെ സത്യം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളാണ്. കാരണം ഓരോ ജീവിതാനുഭവങ്ങളും എന്നെ കൊണ്ടുവന്നത്, എൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ എൻ്റെ കഴിവില്ലായ്മയെയും ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ കഴിവിനെയും ഓർമ്മപ്പെടുത്തലായിരുന്നു. ഓരോ സ്ഥലത്തും നിസ്സഹായത എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടാണ് ജീവിച്ചത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ അതായിരുന്നു. അതായത് എവിടെയും ഒരു നിസ്സഹായതയിൽ വന്ന് നിർത്തും. ആരാലും എന്നാലോ ചുറ്റുള്ളവരാലോ സാഹചര്യങ്ങളാലോ ഒന്നിനാലും ഒന്നും മാറ്റപ്പെടാൻ പറ്റാത്ത സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവിടെ ഞാനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് എല്ലാം ശരിയാക്കുന്നു. അപ്പോൾ ഓരോ നിമിഷത്തിലും എനിക്ക് അഹങ്കരിക്കാനും പറയാനും ഒന്നുമില്ല. എൻ്റെ ഒന്നില്ലായ്മയെയും ഈശ്വരൻ്റെ പ്രഭാവത്തെയുമാണ് കുട്ടിക്കാലം മുതൽ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്ന സത്യം. അപ്പോൾ എനിക്കൊന്നും പിന്നെ പറയാനില്ല, എടുക്കാനുമില്ല, കളയാനുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയുമായിരുന്നു, ഇത് ഭയങ്കര പ്രശ്നമല്ലേ ഹീലിംഗ്, ഇത് കർമ്മയെ ഏറ്റെടുക്കലല്ലേ, കർമ്മ എടുക്കാൻ ഞാൻ ഉണ്ടായെങ്കിലല്ലേ, ഞാനില്ലാത്തോടത്ത് ഏത് കർമ്മ. അപ്പോൾ എനിക്കിതിൽ ഫലവും ഇല്ല, ഗുണവും ഇല്ല, ദോഷവും ഇല്ല, ഒന്നുമില്ല. ഞാനിതൊന്ന് പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. 29 വർഷമായിട്ട് ഞാൻ പ്രതിഫലം പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ അവർക്ക് എന്ത് കിട്ടി അതിനനുസരിച്ച് അവർ വയ്ക്കും. തന്നില്ലേലും കുഴപ്പമില്ല. ഞാനിവിടെ നിർത്ത് ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. എന്നെ പച്ചയായ മേച്ചിൽപ്പുറത്തിലൂടെ അങ്ങേര് നയിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഞാൻ നേരിട്ട് അവിടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ആളുടെയും ഒരു ബാങ്കിൻ്റെയും ആവശ്യം എനിക്കില്ല. നമ്മൾ ഈശ്വരന് മുന്നിൽ സറണ്ടർ ചെയ്യാൻ നമ്മളൊന്നും മടിക്കും, അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈഗോയ്ക്ക് മുന്നിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് സറണ്ടർ ആവും. അതിന് കാരണം എന്തായിരിക്കും? നിവൃത്തിയില്ലായ്മ. നിവൃത്തിയില്ല. സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ കൊടുന്ന് നമ്മളെ മുട്ടിക്കുമ്പോൾ നമ്മൾ നിസ്സഹായതയുടെ അറ്റം ദർശിക്കും. ആ നിസ്സഹായതയിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഈഗോയ്ക്ക് അവിടെ പോയേ പറ്റും. സ്ഥാനമില്ല, പിന്നെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഈഗോ ആണ് ശരിക്കും നമ്മുടെ ഈശ്വരൻ. കാരണം ഈഗോ ഇല്ലെങ്കിൽ, അഹമില്ലെങ്കിൽ നമുക്ക് ഈശ്വരനെ കിട്ടില്ലായിരുന്നു. അഹം നമുക്ക് തന്നത്, അതുകൊണ്ടാണ് മായ എന്ന് പറയുന്ന മായയെ കൂട്ടുകാരിയാക്കൂ എന്ന് പറയും ഞാനിവിടെ എൻ്റെ സ്റ്റുഡൻസിനോട്. മായ നിങ്ങളുടെ ശത്രുവല്ല, മായ മിത്രമാണ്. മായയെ മിത്രമാക്കണം. മായയെ മിത്രമാക്കിയാൽ നിങ്ങളെ ജയിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അതായത് മായ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ ഈശ്വരനെ ദർശിക്കുന്നത്. ഈശ്വരനിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് ചെല്ലാൻ പറ്റുന്നത്. അപ്പം ഏറ്റവും അധികം ഈഗോ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷിച്ചു. അപ്പോൾ അതാണ് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ഓ മായ, അവളുടെ കളി വളരെ സന്തോഷം. കാരണം അവൾ കളിച്ചില്ലെങ്കിൽ എനിക്ക് ഈ അനുഭവിക്കുന്ന അവസ്ഥയിലുള്ള എൻ്റെ അമ്മയെ, എൻ്റെ സത്യത്തെ അവളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ദർശിക്കാനാകുമായിരുന്നില്ല. അപ്പോൾ ആ അമ്മയെ ദർശിക്കണമെങ്കിൽ അവൾ വേണം, മായ വേണം, അതായത് ഈഗോ വേണം. അപ്പോൾ എപ്പോഴും ഈഗോയ്ക്ക് മുമ്പിൽ, അതുകൊണ്ടാണ് മനുഷ്യന് സറണ്ടർ ആവാൻ പറ്റുന്നത്. ഈശ്വരന് മുമ്പിൽ ഈശ്വരൻ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ മനുഷ്യനെ. ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുന്നത് ഈഗോയുടെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ അനുഭവത്തിലേക്ക് ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അവിടെ സറണ്ടറിങ് വരുന്നുള്ളൂ.
മറ്റത് അനുഭവമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ എന്താണ്, എങ്ങനെയാണ് സറണ്ടർ ചെയ്യുന്നത്? എന്ത് സറണ്ടർ ചെയ്യണമെന്ന് പറയും? ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അവസ്ഥകളിൽ നിൽക്കുമ്പോൾ സറണ്ടർ ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മളുണ്ട്. ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളില്ല. അവസ്ഥകളിലെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളും പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. സറണ്ടർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ വയ്ക്കും നമ്മൾ. ഒന്നുമില്ല. അപ്പോൾ ഈഗോ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഈഗോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അതുകൊണ്ടാണ് ഈഗോ ഇല്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഈഗോ ഉണ്ടാവണം. അപ്പോൾ ആ ഈഗോ ഉപയോഗിച്ചുകൊണ്ട് അത് കളയണ്ട, അതിനെ വെച്ചുകൊണ്ട് നേടൂ, ഈസി ആയിട്ട് നേടാം എന്നാണ്. അതാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവർക്ക്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളപ്പോൾ വേറെ വഴി അന്വേഷിച്ച് പോകണ്ട. ഈഗോനെ കളയാൻ കുറേ കാലം പോയിരുന്ന് ഈഗോനെ കളഞ്ഞിട്ട് പോയി നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈഗോയാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയുന്ന പോലെ, അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് ഈസി ആയിട്ട് അങ്ങടെ നേടാം. അതിനുള്ള വഴിയാണ് ജീവിതം. ജീവിതമാകുമ്പോൾ ഓരോ നിമിഷത്തിലും ഈഗോയിൽ നിൽക്കേണ്ടി വരും. ഇപ്പുറത്ത് ചെന്ന ഭർത്താവ്, ഇപ്പുറത്ത് ചെന്ന മക്കൾ, അപ്പുറത്ത് ചെന്ന വീട്ടുകാർ, ഇപ്പുറത്ത് ചെന്ന അയൽവക്കക്കാർ, എവിടെ ചെന്നാലും നമ്മുടെ ഈഗോനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ സുഖകരമായിട്ട് നമുക്ക് ഈശ്വരനെ നേടിക്കൂടെ? ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന്. അപ്പോൾ ആ ഈഗോ വരുമ്പോൾ അതിനാണ് പറഞ്ഞത് ജ്ഞാനം ആദ്യം നേടാം. ജ്ഞാനം നേടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈസി ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോനെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തിനെ നേടാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറച്ച് പ്രാവശ്യം നിങ്ങളുടെ കൂടെ ഞാൻ നിന്നത് പഠിപ്പിച്ചു തരും. പിന്നത്തെ പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കില്ല, സ്വയം ചെയ്യും. അങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾ ഈഗോ ഉപയോഗിച്ച് ഈശ്വരനെ പിടിക്കുന്നവരാകും. സറണ്ടർ ചെയ്യാൻ പഠിക്കും. അതാണ് ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് ആളുകളെ. അങ്ങനെയാണ് അത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും ശ്രേഷ്ഠ ജന്മമാണ്, ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകവും ഈഗോയും ഒക്കെ കിട്ടിയത്. കാരണം അതിലൂടെയാണ് അങ്ങോട്ട് എത്താൻ പറ്റുന്നത്. ഈ മനസ്സും ബുദ്ധിയും ഒക്കെ അതിലേക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിലേക്കല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. വിവേചിച്ചറിയാനുള്ള ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കും. അതെ അതെ. നമ്മളെപ്പോഴും സെൽഫിഷ് ആവാണ്. നമ്മുടെ സ്വന്തം സുഖത്തിനും സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം രക്ഷയ്ക്കും വേണ്ടി കാര്യങ്ങളെ വളച്ചൊടിച്ച്, ഇപ്പം തന്നെ ആത്മീയതയാണെങ്കിലും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമായി മാറി. നിയമങ്ങളും ഒക്കെ പോയി അതിൻ്റെ. അപ്പം എനിക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ച് എൻ്റെ സ്പിരിച്വാലിറ്റി. സത്യം ഒന്നേ ഉള്ളൂ, അത് മാറ്റില്ല, അത് മാറൂല. എന്തൊക്കെ മനുഷ്യൻ പറഞ്ഞാലും അതെന്നും ഒന്നായിട്ടിരിക്കും. അപ്പം എങ്ങനെ മാറ്റാൻ പറ്റും സത്യത്തെ? സത്യത്തെ മാറ്റാൻ പറ്റില്ല. സത്യത്തെ മാറ്റി എന്ന് പറയുന്നവർ സത്യത്തെ അറിയാത്തവരാണ്. സത്യം മാറില്ല. അതെന്നും ഒറ്റ നിലവാ. അത് സ്റ്റിൽനെസ്സാണ്. അതാണ് ശിവൻ, ശിവബോധം. പിന്നെ ഈ എക്സ്പീരിയൻസുകളാണ് അമ്മ, ദേവി, സ്ത്രീ. അപ്പോൾ ഓരോ സ്ത്രീയും അറിയണം, ഒരു ആത്മാവിനെ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ അറിയണം സഹനമാണ് അവളുടെ ശക്തി. എത്ര കണ്ട് സഹിക്കാനും ക്ഷമിക്കാനും അവൾക്ക് കഴിയുന്നു, അത്ര കണ്ട് ഊർജം അവളുടെ ഉള്ളിലുണ്ട്. അത്ര കണ്ട് അവൾക്ക് ഉയരാൻ കഴിയും. അത്ര കണ്ട് അവൾക്ക് ആ ഈശ്വരനെ അല്ലെങ്കിൽ സത്യത്തെ അറിയാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇന്ന് ഒരു സ്ത്രീയും അതറിയുന്നില്ല. പുരുഷനും എങ്ങനെയാണോ തത്തുല്യം സ്ത്രീക്കും എന്നാണ് പറയുന്നത്. തുല്യമായിക്കോട്ടെ, തുല്യത്തിന് കുറവ് വരുത്തണ്ട. പക്ഷെ സ്ത്രീ അറിയണം. സ്ത്രീ ഈ പ്രകൃതിയെ നമ്മൾ അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ വർണ്ണിക്കുക ഒരു സ്ത്രീയോടാണ്, പുരുഷനോടല്ല.
കാരണം പ്രകൃതി അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞാൽ സർവം സഹയ, സ്ത്രീ അതായത് സഹിക്കുന്നവളാണ്. ഇത്രയും മക്കളെ പേറിക്കൊണ്ട് നിൽക്കുന്ന ഭൂമി എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്? ഈ പ്രകൃതിയായ അമ്മ, ഈ ഭൂമിയാകുന്ന അമ്മ ഒക്കെ സഹിക്കുന്നില്ലേ മക്കളുടെ കുറുമ്പുകൾ? അതുപോലെ ഒരു സ്ത്രീ, അവൾക്ക് ഒരു കൊച്ചിന് ഒരു സൃഷ്ടി നടത്താൻ കഴിയുന്നവളാണ് ഒരു സ്ത്രീ. ഒരമ്മയാകാൻ കഴിയുന്നവളാണ് ഒരു സ്ത്രീ. അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ സ്ത്രീ എന്താ ചെയ്യുന്നത്? സഹനമാണ് ഭാഷ, സഹനമാണ് അവളുടെ അവസ്ഥ. ആ സഹനം അവസാനം ഒടുവിൽ അവളെ എവിടേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു? ഒരു ആനന്ദത്തിലേക്ക്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഒരു സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, അല്ലേ? അത് ചെറിയൊരു കാര്യമല്ല. അപ്പോഴേ ആ സ്ത്രീ മനസ്സിലാക്കണം, എൻ്റെ ശക്തി ഇതാണ്, സഹനമാണ്. ആ സഹനം ഓരോ സ്ത്രീക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അതാണ് അവളുടെ ശക്തിയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, സഹിച്ച് ഒന്നുമല്ലാതായി തീരുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതാണ് അവളുടെ ശക്തി എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ആ ശക്തിയെ ഉയർത്തിക്കൊണ്ട് അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ആ ജീവിതം അതിമനോഹരമാണ്, ആനന്ദകരമാണ്. അതാണ് സ്ത്രീ. പക്ഷേ ഓരോരുത്തരും സ്ത്രീയുടെ ശക്തിയെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റായ രീതിയിലാണ്. സ്ഥാനത്തിനും പുരുഷനോട് ഒപ്പമുള്ള, പുരുഷന് ചെയ്യാവുന്നതൊക്കെ സ്ത്രീക്ക് ചെയ്യാൻ അധികാരം വേണം, ആ ഒരു തലത്തിലാണ്. പക്ഷേ ഒരു പുരുഷന് സ്ത്രീയുടെ അത്ര കഴിയില്ല ചെയ്യാൻ. കാരണം പുരുഷൻ ബോധമാണ്, ജ്ഞാനമാണ്. സ്ത്രീ സഹനമാണ്, എക്സ്പീരിയൻസ് ആണ്. ഒരു സ്ത്രീ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പുരുഷന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അതാണ് പറഞ്ഞത് സഹനം. സഹനം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. അവളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ശിവനും ശക്തിയും പോലെയാണ്. ആ ജീവിത അനുഭവത്തിൽ നിന്ന് ഓരോരുത്തരും സ്വയം തിരിച്ചറിയണം, എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ രണ്ട് ഭാവങ്ങളെന്നും, എൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് ഭാവങ്ങളെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ജീവിതത്തിനെ ഉപയോഗിക്കേണ്ടത്. ഒരു ജീവിതത്തിലുള്ള ആ ദാമ്പത്യ ബന്ധത്തിലൂടെ ഒരു പുരുഷനും ഒരു ഭാര്യയും ഭർത്താവിലും ഒരുമിച്ചുള്ള ആ ബന്ധത്തിലൂടെ ഓരോരുത്തരും, ഭാര്യയും ഭർത്താവും തിരിച്ചറിയണം, എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ രണ്ട് ഭാവങ്ങൾ ഇരിക്കുന്നതെന്നും ആ ഭാവത്തിലേക്ക് ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും ആ ഭാവത്തിനെ അറിയണമെന്നും മനസ്സിലാക്കി ആ ഭാവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ പുറത്തുനിന്നൊന്നും എനിക്കിനി ആവശ്യമില്ലെന്നും, എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കൂടിയും കുറച്ചും, അതായത് സ്ത്രൈണതയും ആ പുരുഷൻ്റെ ആ പവറും രണ്ടും ഉപയോഗിച്ച്, രണ്ടും എന്നുള്ളിലുണ്ടെന്നും അതുപയോഗിച്ച് എനിക്ക് ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ ആ ജീവിതം പൂർണ്ണമായി ഫുൾഫില്ലായി. അതാണ് ഞാൻ ഓരോ സ്ത്രീയെയും പുരുഷനെയും പഠിപ്പിക്കുന്നു. കൂടുതൽ സ്ത്രീകളെ ആ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിനെ അങ്ങനെ കണ്ട് അങ്ങനെ കൊണ്ടുപോയി അവനവൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ഈശ്വരനെ അറിഞ്ഞ് ആത്മീയ അനുഭൂതി ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഈ ലോകത്തെയും ഈ ജീവിതത്തെയും ഇവിടുത്തെ സന്തോഷങ്ങളെയും അതിലൂടെ ആത്മീയതയെയും അറിഞ്ഞ് അവസാനം രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിൽ തന്നെ പൂർണ്ണമാവും. ഓരോ സാധകരും കേട്ടിരിക്കേണ്ട സത്സംഗമായിരുന്നു ഇത്. കാരണം തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു ആത്മഭാഷണം. ആ കണ്ണനും രാധയും തമ്മിലുള്ളൊരു സംഭാഷണം, അതിൻ്റെ ആ ഒരു സത്ത പറഞ്ഞല്ലോ. പൂർണ്ണ സമർപ്പണമാണ് അവിടെ രാധ എന്ന് പറഞ്ഞ ഭാവം. രാധയുടെ ഭാവം പൂർണ്ണ സമർപ്പണമാണ്. ജിയോട് ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും ആ ഭാവമാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിച്ചത്. അങ്ങനെ തന്നെ പറയണം. അനുഭവിക്കാൻ സാധിച്ചത് ആ നിത്യസത്യത്തിനോടുള്ള ആ ശുദ്ധബോധത്തിനോടുള്ള ആ സമർപ്പണ ഭാവമാണ്. ഉടനീളം ആ ഒഴുക്കായിരുന്നു അനുഭവിച്ചത്. ഓരോ സാധകർക്കും ഈ ഒരു അനുഭവത്തെ
മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കട്ടെ. അതിന് അമ്മയുടെ ഓരോ സത്സംഗങ്ങളും ഇനി വരും തലമുറയ്ക്ക്, ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനും ഓരോ സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്, ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് ആ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജിക്ക് നമ്മൾ സാധകരോട് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എന്താണ്? ഇത്രയും നേരം എന്നിലൂടെ ആ പരാശക്തിയായ അമ്മയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയതൊക്കെ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പാത്രമായിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ, അങ്ങനെ പാത്രമാക്കിയതിനും ഞാൻ ആ പരാശക്തിയോട് നന്ദി പറയുന്നു. ഒന്നേ പറയാനുള്ളൂ, എന്താണോ കിട്ടിയത്, കിട്ടിയതിനെ കളയാതെ കിട്ടിയതിൽ നിന്ന് ഓരോ നിമിഷത്തിലും കിട്ടിയതിൽ ജീവിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ ചിന്തയോടെ ആ ശുദ്ധമായ കർമ്മത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, ഓരോ നിമിഷവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, ഒരു ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തി നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കട്ടെ. നന്ദി, സന്തോഷം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.